ഫോളോ ചെയ്യാനായിട്ടുള്ള റെഗുലേഷൻസ് എന്ത് ചെയ്യുക, ഇവർ പാസ്സാക്കുക. അതുപോലെ തന്നെ എന്ത് കൊണ്ടുവരിക, സ്പെസിഫൈ ചെയ്യുക അപ്രോപ്രിയേറ്റ് സിസ്റ്റം ഫോർ എൻഫോഴ്സിംഗ് വേരിയസ് സ്റ്റാൻഡേർഡ്സ് നോട്ടിഫൈഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പൊ ഇവർക്ക് എന്തിനുള്ള പവർ കൊടുത്തിട്ടുണ്ട്? ഞാൻ ഫുഡ് അതോറിറ്റിയാണ്. എന്റെ ആദ്യത്തെ പവർ എന്താണ്? റെഗുലേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, പ്രോസസിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, ഫുഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പ്രോപ്പർ ആണോ, സേഫ് ആൻഡ് ഹോൾസം ഫുഡ് ആണോ, ഇതൊക്കെ വഴി നമ്മളിലേക്ക് എത്തുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, എൻഷുർ ചെയ്യുക. അതാണ് എന്റെ ആദ്യത്തെ ഡ്യൂട്ടി. രണ്ടാമത്തെ ഡ്യൂട്ടി എന്താണ്? ഞാൻ റെഗുലേഷൻസ് പുറത്തിറക്കാം. ആ റെഗുലേഷൻസ് ഞാൻ പുറത്തിറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ റെഗുലേഷൻസ് ഞാൻ പുറത്തിറക്കുന്നത് വഴി ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് ആർട്ടിക്കിൾസ് ഓഫ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ഓരോ ഫുഡ് ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ടും എന്ത് സ്റ്റാൻഡേർഡ് ആണ് അത് മേക്ക് ചെയ്യുമ്പോൾ കീപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രോസസ് ചെയ്യുന്ന ആൾക്കാർ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ ഫോളോ ചെയ്യേണ്ടത്, ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ എഴുതി റെഗുലേഷൻ പുറത്തിറക്കുന്നു. ഈ റെഗുലേഷൻ പുറത്തിറക്കുന്നത് വഴി ആ റെഗുലേഷനോടൊപ്പം തന്നെ ഞാൻ എന്തുകൂടെ കൊണ്ടുവരണം? ഞാൻ പുറത്തിറക്കുന്ന സ്റ്റാൻഡേർഡ്സും എന്താ പറയാ റെഗുലേഷൻസും എങ്ങനെയാണ് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് അത് എൻഫോഴ്സ് ചെയ്യേണ്ടത്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം കൂടി ഞാൻ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം. അതായത് ഈ റെഗുലേഷനുകളോ ഈ ഗൈഡ് ലൈനുകളോ ആരെങ്കിലും തെറ്റിക്കുകയാണെങ്കിൽ അയാളെ ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അയാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം, എങ്ങനെയാണ് ആ മെഷീനറി, എന്താണ് ആ പ്രൊസീജിയർ, അതും കൂടി ഞാൻ എന്ത് ചെയ്തിരിക്കണം? ആ റെഗുലേഷനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കണം. ഞാൻ ഓരോ റെഗുലേഷൻസും പുറത്തിറക്കും, എന്തുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആർട്ടിക്കിൾസ് ഓഫ് ഫുഡിന്റെ എന്ത് സ്റ്റാൻഡേർഡും എന്ത് ഗൈഡ് ലൈനുമാണ് ഓരോ ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ കീപ്പ് ചെയ്യേണ്ടതെന്ന് അത് പറയാനായിട്ട് ഞാൻ റെഗുലേഷൻസ് പുറത്തിറക്കും. അതേ റെഗുലേഷനിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും എന്താണ് റെഗുലേഷൻ വയലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ, അതായത് എൻഫോഴ്സ്മെന്റ് എങ്ങനെയാണ്, എൻഫോഴ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നും കൂടി ഞാൻ ആ റെഗുലേഷനിൽ എന്ത് ചെയ്തിരിക്കണം? മെൻഷൻ ചെയ്തിരിക്കണം. ഇനി the limits for the use of food additives, crop contaminants, pesticide residues of veterinary drugs, heavy metals, processing aids, mycotoxins, antibiotics and pharmacological active substances and eradication of food. ഇതൊക്കെ എന്താണ്, എന്തിന്റെയൊക്കെ ലിമിറ്റ് എന്താണെന്നുള്ളത് ഞാൻ റെഗുലേഷൻ വഴി സ്പെസിഫൈ ചെയ്യാം. എന്തിന്റെയൊക്കെ ലിമിറ്റ് ആണ്? ഫുഡ് അഡിക്റ്റീവ്സ് എത്ര വരെ ആഡ് ചെയ്യാം, ഫുഡിൽ എത്ര അഡിക്റ്റീവ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും, ക്രോപ്പ് കണ്ടാമിനൻസ് എത്രയാണ് ആഡ് ചെയ്യേണ്ടത്, പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് എത്രയാണ് വേണ്ടത്, റെസിഡ്യൂസ് ഓഫ് വെറ്റിനറി ഡ്രഗ്സ് എത്രയായിരിക്കാം മാക്സിമം, ഹെവി മെറ്റൽസ്, അതുപോലെ തന്നെ പ്രോസസ്ഡ് എയ്ഡ്സ്, മൈക്കോടോക്സിൻസ്, ആന്റിബയോട്ടിക്സ്, ഫാർമസോളജിക്കൽ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, ഇറാഡിക്കേഷൻ ഓഫ് ഫുഡ്. അപ്പൊ ഇതിന്റെയൊക്കെ ലിമിറ്റ് എന്താണ് എന്നുള്ളത് ഞാൻ റെഗുലേഷൻ വഴി എന്ത് ചെയ്യുക? സെറ്റ് ചെയ്യുക. അപ്പൊ എന്റെ പ്രൈമറി പവർ റെഗുലേറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ റെഗുലേഷൻസ് വഴി കുറെ അധികം കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഈ റെഗുലേഷനും മോണിറ്ററിംഗ് ഒക്കെ നടത്തുക. ആദ്യം ഞാൻ കൊണ്ടുവരാൻ പോകുന്നത് റെഗുലേഷൻ വഴി എന്താണ്? ഗൈഡ് ലൈൻസും സ്റ്റാൻഡേർഡ്സും പറഞ്ഞു വെക്കുക. ആ ഗൈഡ് ലൈൻസും സ്റ്റാൻഡേർഡ്സും തെറ്റിച്ചാൽ അത് എങ്ങനെ എൻഫോഴ്സ് ചെയ്യാന്നും കൂടി പറയാം. അത് കൂടാതെ തന്നെ എന്തൊക്കെയാണ് ലിമിറ്റ്, ഫുഡിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാ അഡിറ്റീവുകൾസിന്റെയും കണ്ടാമിനൻസിന്റെയും മറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലിമിറ്റ് എന്താണെന്നുള്ളത് ഞാനാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ റെഗുലേഷൻ വഴി സെറ്റ് ചെയ്യും, ഇത്ര മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ ലിമിറ്റ് സെറ്റ് ചെയ്ത് വെക്കും എല്ലാത്തിനും. ഇനി വരുന്നതാണ് ദി മെക്കാനിസംസ് and guidelines for accreditation of certification bodies engaged in certification of food safety management system for food business. അതായത് നമ്മൾ ഇനി പഠിക്കും കുറെ ലബോറട്ടറീസും സർട്ടിഫിക്കേഷൻ ബോഡീസും ഒക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ സർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം FSSAI-ൽ നമ്മൾ എല്ലാ മാനുഫാക്ചേഴ്സും രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഫുഡ് ബിസിനസ്സിൽ ഏർപ്പെടുന്ന എല്ലാ ആൾക്കാരും ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഒരു പ്രൊസീജിയർ ആണ്. അതിൽ രജിസ്റ്റർ ചെയ്ത് അവർക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് അവർ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായിട്ടും ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഫിക്സ് ചെയ്യണം, ഫിക്സ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ അവർക്ക് ഫൈൻ ഇമ്പോസ് ചെയ്യും നമ്മൾ. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ഓഫ് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന, ആക്രഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻ ബോഡീസ് ആരൊക്കെയാണ് എന്ന് ഞാൻ എന്ത് ചെയ്യുക? ആ ബോഡീസ്, ആക്രഡിഷൻ ബോഡീസിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക? മെക്കാനിസംസും ഗൈഡ് ലൈൻസും പറഞ്ഞു കൊടുക്കുക. അതായത് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സർട്ടിഫിക്കറ്റ് ഓഫ് ഫുഡ് കൊടുക്കാൻ പാടുള്ളൂ, ആ ഹോട്ടലിൽ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതെങ്ങനെയുള്ള ഗൈഡ് ലൈൻസ്, എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് ആക്രഡിഷൻ ഓഫ് കൊടുക്കേണ്ടത്, സർട്ടിഫിക്കറ്റ് ബോഡീസിന് ആക്രഡിഷൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? മെക്കാനിസംസ്, ഞാൻ ആരാണ്? ഫുഡ് അതോറിറ്റി. മെക്കാനിസംസും ഗൈഡ് ലൈൻസും കൊടുക്കുക ഫോർ ആക്രഡിഷൻ ഓഫ് സർട്ടിഫിക്കേഷൻ ബോഡീസ് എൻഗേജ്ഡ് ഇൻ ദി സർട്ടിഫിക്കേഷൻ ഓഫ് ഫുഡ് മാനേജ്മെന്റ് മെക്കാനിസംസ്, ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ഫോർ ഫുഡ് ബിസിനസ്. ഫുഡ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന
ബോഡീസിന് ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം അക്രഡിഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുന്ന ബോഡീസിന്റെ അക്രഡിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള മെക്കാനിസംസും പറഞ്ഞു കൊടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അപ്പൊ ഞാനാണ് പറയേണ്ടത് ഇന്ന ബോഡീസ് ആണ് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അധികാരമുള്ള ബോഡീസ്, ഇന്ന ബോഡീസ് ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഇനി the procedure and the enforcement of quality control in relation to any article of food imported into India. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഫുഡിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന, ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്ന, ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഇരിക്കുന്ന ഫുഡിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻ കൊടുക്കാനുള്ള അവകാശം ഫുഡ് അതോറിറ്റിക്ക് ഉണ്ട്. അതായത് അവർക്ക് പറയാം എന്താണ് പ്രൊസീജിയർ, എന്താണ് ക്വാളിറ്റി, എങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഇൻ റിലേഷൻ ടു ആർട്ടിക്കിൾ ഓഫ് ഫുഡ് ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ. അതായത് ഇന്ത്യയിലേക്ക് ഒരു ഫുഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇന്ന ക്വാളിറ്റിയാണ് ആ ഫുഡിന് ഉണ്ടായിരിക്കേണ്ടത്, ഇന്ന പ്രൊസീജിയർ ഓഫ് ക്വാളിറ്റി കൺട്രോൾ ആണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, അതായത് ഇന്ന ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ് ഉള്ള ഫുഡ് മാത്രമേ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെ എന്താണ് അതിന്റെ പ്രൊസീജിയർ, എന്താണ് അതിന്റെ എൻഫോഴ്സ്മെന്റ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ, എങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടഡ് ഫുഡിന്റെ, ഇതെങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പറയാനുള്ള അവകാശം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസ് റെഗുലേഷൻസ് കൊടുക്കേണ്ട ആവശ്യം ഫുഡ് അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. ഇനി പ്രൊസീജിയർ ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ അക്രഡിഷൻ ഓഫ് ലബോറട്ടറീസ് ആൻഡ് നോട്ടിഫിക്കേഷൻ ഓഫ് ദി അക്രഡിറ്റഡ് ലബോറട്ടറീസ്. സർട്ടിഫിക്കേഷൻ അതോറിറ്റീസിന്റെ അക്രഡിഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ഓഫ് ഫുഡ് കൊടുക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റിംഗ് അതോറിറ്റീസ് അവരെ എങ്ങനെയാണ്, അത് ആരൊക്കെയാണ് അക്രഡിറ്റ് ചെയ്യേണ്ടത്, ആരാണ് നമ്മൾ റെഗുലേഷൻസ് വഴി നമ്മളാണ് പറയേണ്ടത്, ഏതൊക്കെയാണ് അതോറിറ്റീസ് അവരെ അക്രഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ പറയും, ഫുഡ് അതോറിറ്റി പറയും. അതിനോടൊപ്പം തന്നെ ഇവർ എന്ത് അടിസ്ഥാനത്തിലാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത് എന്നും പറയാനുള്ള അവകാശം ഫുഡ് അതോറിറ്റിക്ക് ഉണ്ട്. ഇത് കൂടാതെ സർട്ടിഫൈയിങ് ലബോറട്ടറികൾ ഉണ്ട്. അതായത് നമ്മൾ ഇനി പഠിക്കും, ഫുഡ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കും, ഇന്ന ലബോറട്ടറികൾക്ക് നമ്മൾ ഫുഡ് അയച്ചു കൊടുക്കണം സാമ്പിളുടെ. ആ ലബോറട്ടറീസ് ആണ് അനാലിസ് ചെയ്തതിനു ശേഷം നമുക്ക് റിപ്പോർട്ട് തരാം. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒക്കെ ലബോറട്ടറിക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ലബോറട്ടറീസിനെ അക്രഡിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ഇതിന് എക്യുപ്ഡ് ആണ്, ഇവർക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റും, അക്രഡിറ്റ് ചെയ്ത് നമ്മൾ ചില ലബോറട്ടറീസിനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഏതൊക്കെ ലബോറട്ടറീസിനെയാണ് അക്രഡിറ്റ് ചെയ്യേണ്ടത്, അതിന്റെ പ്രൊസീജിയറും ഗൈഡ് ലൈനും എന്താണ് എന്ന് പറഞ്ഞു തരുന്നതും ആരാണ്, ഫുഡ് അതോറിറ്റിയാണ്. ഫുഡ് അതോറിറ്റി അപ്പം റെഗുലേഷൻസ് കുറെ അധികം പാസ്സാക്കുന്നുണ്ട്, കുറെ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടാണ് അവർ ഓരോന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അക്രഡിഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അക്രഡിഷൻ എന്തിന്റെയൊക്കെയാണ്, ഫുഡ് ലബോറട്ടറീസിന്റെ അക്രഡിഷനുമായിട്ട് ബന്ധപ്പെട്ടും ഫുഡ് സർട്ടിഫൈങ് അതോറിറ്റി, അതായത് ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയുടെ അക്രഡിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ് അവരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നിരിക്കുന്ന പ്രൊസീജിയർ അവരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ജനറലി ഫുഡിന്റെ മാനുഫാക്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെഗുലേഷൻസ് അവരാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ പണിഷ്മെന്റ് എന്താണെന്നും അതിന്റെ എൻഫോഴ്സ്മെന്റ് എന്താണെന്നും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ റെഗുലേഷൻസ് വഴി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി the method of sampling, analysis and exchange of information among enforcement authorities. കുറെ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി ഉണ്ട്, നമ്മൾ ഇനി പഠിക്കും. ഫുഡ് സേഫ്റ്റി ഓഫീസർ, നിങ്ങൾ ഒരു എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയാണ് ഈ ആക്ടിന്റെ. ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഒരു എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയാണ്. അങ്ങനെ കുറെ എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ് ഈ ആക്ടിൽ വരുന്നുണ്ട്. ഈ ആക്ടിൽ വരുന്ന എൻഫോഴ്സ്മെന്റ് അതോറിറ്റീസ് ഒക്കെ തന്നെയും എങ്ങനെയാണ് ഫുഡ് സാമ്പിളിംഗ് എടുക്കേണ്ടത്, ഓരോ നമ്മൾ അവിടെ പറയും ഇന്ന ആള് സാമ്പിൾ ചെയ്യണം, ഇന്ന ആള് സാമ്പിൾ ചെയ്തതിനു ശേഷം ഇന്ന അതോറിറ്റിക്ക് അയച്ചു കൊടുക്കണം, ആ അതോറിറ്റി ഇത് കിട്ടിയതിനു ശേഷം അനാലിസിസിന് അയച്ചു കൊടുക്കണം. അപ്പൊ അതിന്റെ ഒരു ചെയിൻ പോലെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സാമ്പിളിങ്ങിന്റെ പ്രൊസീജിയർ എന്താണ്, അനാലിസിസിന്റെ മെത്തേഡ് എന്താണ്, എങ്ങനെയാണ് ഇവർ തമ്മിൽ ഒരുപാട് അതോറിറ്റി ഉണ്ടോ, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ നടത്തേണ്ടത് എങ്ങനെയാണ്, അതായത് ആരിലേക്ക് റിപ്പോർട്ട് ചെയ്യണം, ആരുടെ സബോർഡിനേറ്റ് ആണ്, ആരുടെ ഹെഡ് ആണ്, ഇങ്ങനെ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ എങ്ങനെയാണ് എന്നുള്ള മെത്തേഡും പറയേണ്ടത് ഫുഡ് അതോറിറ്റിയാണ്. അപ്പൊ ഫുഡ് അതോറിറ്റി ആയിരിക്കും പറയാ ഇന്ന ആളിലേക്കാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത്, ഇന്ന ആൾക്കാണ് സാമ്പിളിങ്ങിന് വേണ്ടി ഈ ലബോറട്ടറിക്കാണ് അയച്ചു കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡ് ലൈൻ ഇവർ റെഗുലേഷൻ വഴി ഇറക്കാം. പിന്നെ കണ്ടക്ട് സർവേ ഓഫ് എൻഫോഴ്സ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിസ് ആക്ട് ഇൻ ദി കൺട്രി. ഇത് കൂടാതെ ഇതൊക്കെ ഗൈഡ് ലൈൻസിൽ ഇവർ ഇറക്കുന്നുണ്ടല്ലോ, ഇവർ എന്ത് ചെയ്യുക, ഈ ഗൈഡ് ലൈൻസ് ഒക്കെ ഇറക്കി ഇവര് കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ കൺട്രിയിൽ ആക്ച്വലി വർക്ക് ചെയ്യുന്നുണ്ടോ, അത് പ്രാബല്യത്തിൽ വരുന്നുണ്ടോ, അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അവരെന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സർവേ ഒക്കെ നടത്തുക. നമ്മളിപ്പം നമ്മള് ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വർക്കിംഗ് ഓഫ് ദി ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ടാബ് ഉണ്ട്. അതിൽ അവർ കൊടുത്തിട്ടുണ്ട് എത്രത്തോളം എഫക്റ്റീവ് ആണ്. 2006 ശേഷം ഈ ആക്ട് വന്നതിന് ശേഷം, അല്ലെങ്കിൽ 2011 ഇത് കംപ്ലീറ്റ്ലി ഓപ്പറേഷനിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ
ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഒഫൻസുകൾ നമ്മൾ പ്രിവെന്റ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നമുക്ക് ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നൊരു സ്റ്റഡി അവരിങ്ങനെ കണ്ടിന്യൂസ്ലി നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റഡീസ് നടത്തുക, സർവേ നടത്തുക, എൻഫോഴ്സ്മെന്റും അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുക എന്നുള്ളതാണ് ഇവരുടെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫുഡ് ലേബലിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻക്ലൂഡിംഗ് ക്ലെയിം ഓൺ ഹെൽത്ത്, ന്യൂട്രീഷൻ, സ്പെസിഫിക് ഡയറ്ററി യൂസസ് ആൻഡ് കാറ്റഗറി ഓഫ് ഫുഡ് ആൻഡ് ഫുഡ് കാറ്റഗറി സിസ്റ്റം ഫോർ ഫുഡ് ലേബലിംഗ്. അതായത് നമ്മളിപ്പം വെജിറ്റേറിയൻ ഫുഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും ഒരു ഗ്രീൻ ബോക്സിൽ ഡോട്ട് ആയിരിക്കും. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള നോൺ വെജിറ്റേറിയൻ ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റെഡ് ബോക്സിൽ ഡോട്ട് ഉണ്ടാവും. അത് കൂടാതെ തന്നെ എല്ലാ ഫുഡ് ബോക്സസിന്റെയും ഫുഡ് ഐറ്റംസിന്റെയും ബാക്കിൽ ലേബലിംഗ് ഉണ്ടായിരിക്കും. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അഡിറ്റീവ്സ് എത്ര പെർസെന്റേജ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് എന്തൊക്കെയാണ് അതിന്റെ മെയിൻ ഫുഡ് ഐറ്റംസിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നുള്ളത് ലേബലിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ലേബലിംഗിനെ കുറിച്ചും എന്തൊക്കെയാണ് ക്ലെയിം ഓൺ ഹെൽത്ത്, ന്യൂട്രീഷൻ, സ്പെസിഫിക് ഡയറ്ററി യൂസസ്, ഫുഡ് കാറ്റഗറി സിസ്റ്റം, ഇത് എന്തൊക്കെയാണെന്നുള്ളൊരു കംപ്ലീറ്റ് ലേബലിംഗ്, അതെങ്ങനെയാണ് നടത്തേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള ഗൈഡ് ലൈൻസും ആര് കൊണ്ടുവരിക? ഫുഡ് അതോറിറ്റി കൊണ്ടുവരിക. അതുപോലെ തന്നെ the manner in which and the procedure subject to which risk analysis, risk assessment, risk communication and risk management shall be undertaken. ഇത് അതോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു പവറാണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു റൂള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയാ പ്രൊസീജിയർ കൊണ്ടുവരികയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് നാളെ മുതൽ എല്ലാ ആൾക്കാരും ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാപ്പ് ധരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകണമെന്ന് കരുതുക. നമ്മളൊരു സിസ്റ്റം നമുക്ക് വെറുതെ അങ്ങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റഡി നടത്തും. റിസ്ക് എത്രത്തോളം ഉണ്ട് അതില്, അത് വന്നാൽ എത്രത്തോളം എഫക്റ്റീവ് ആണ്, ഇങ്ങനെ നമ്മളൊരു റിസ്ക് അനാലിസിസ് നടത്താറുണ്ട്. അപ്പൊ ഈ റിസ്ക് അനാലിസിസ് എങ്ങനെയാണ് നടത്തേണ്ടത് അല്ലെങ്കിൽ റിസ്ക് അസസ്മെന്റ് എങ്ങനെയാണ് നടത്തേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. റിസ്ക് അനാലിസിസ്, റിസ്ക് അസസ്മെന്റ്, റിസ്ക് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടാണ് നമ്മളൊരു കാര്യം കൊണ്ടുവരാം. ഇത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത് ആരാണ് തീരുമാനിക്കുന്നത്, അതിന്റെ മാനർ എങ്ങനെയാണെന്നുള്ളതും, എവിടെയാണ് നിങ്ങളത് നടത്തി പരീക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് പരീക്ഷിക്കേണ്ടത്, ഈ റിസ്ക് എങ്ങനെ എത്രത്തോളം ഉണ്ടെന്ന് എങ്ങനെ അനലൈസ് ചെയ്യണം, ഇതൊക്കെ പറയാനുള്ള അവകാശം, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഗൈഡ് ലൈൻ വഴി ആര് പറഞ്ഞു തരണം നമ്മളോട്? ഫുഡ് അതോറിറ്റി പറഞ്ഞു തരണം. ഇനി the food authority shall not disclose or cause to be disclosed to third parties confidential information that it receives for which confidential treatment has been requested or has been exceeded, except for information which must be made public if circumstances so require in order to protect public health. അപ്പം ഫുഡ് അതോറിറ്റി ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. എന്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല? തേർഡ് പാർട്ടീസിനോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ദാറ്റ് ഇറ്റ് റിസീവ്സ് ഫോർ വിച്ച് കോൺഫിഡൻഷ്യൽ ട്രീറ്റ്മെന്റ് ഹാസ് ബീൻ റിക്വസ്റ്റഡ്. എന്തെങ്കിലും തരത്തിലുള്ള കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഫുഡ് അതോറിറ്റിക്ക് കിട്ടുകയാണെന്ന് കരുതുക. ആ വ്യക്തി, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്ന് കരുതുക. ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് എനിക്ക് മനസ്സിലായി അവിടെ ഒരുപാട് അഡിക്റ്റീവ്സ് ഫുഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ എന്തൊക്കെയോ കൃത്രിമം കാണിച്ചിട്ട് എന്ത് ചെയ്യാണ്? ക്വാളിറ്റി എൻഷുർ ചെയ്യാണ്, ഞങ്ങൾ ക്വാളിറ്റിയുടെ ഫുഡ് ആണെന്ന് പറഞ്ഞിട്ട് ഫുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി അവർ വിൽക്കുകയാണ് ആ ഫുഡ് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇതൊരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആണ് ഞാൻ റിസീവ് ചെയ്തത്. ഈ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഞാൻ ഫുഡ് അതോറിറ്റിക്ക് പാസ് ചെയ്യാണെന്ന് കരുതുക. ഞാൻ പ്രത്യേകം പറയാണ്, ഞാനിതൊരു കോൺഫിഡൻഷ്യലി റിസീവ് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ ആണ് എന്ന് പറഞ്ഞൊരു കോൺഫിഡൻഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ആ ഇൻഫർമേഷൻ എങ്കിൽ ആ ഇൻഫർമേഷൻ പറയുന്ന ആളെ ആരാണെന്നുള്ളൊരു കാര്യം തേർഡ് പാർട്ടിനോട് ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഫുഡ് അതോറിറ്റി എന്ത് ചെയ്യുക? എന്തെങ്കിലും ഇത് ഒരു ഇൻഫർമേഷൻ ആണ്, കോൺഫിഡൻഷ്യൽ ട്രീറ്റ്മെന്റ് വേണം എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇത്. ഇത് കൂടാതെ കുറെ ഇൻഫർമേഷൻസ് ഉണ്ട്. ഫുഡ് അതോറിറ്റി ഡെയിലി ഡീൽ ചെയ്യുന്ന കുറെ അധികം കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഒന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ചോദിക്കാനോ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനും ആരോട് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല? തേർഡ് പാർട്ടീസിനോട് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. തേർഡ് പാർട്ടീസ് മീൻസ് കോമൺ ആൾക്കാരോട്, മറ്റാൾക്കാരോട് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ ഒന്നെങ്കിൽ അത് കോൺഫിഡൻഷ്യൽ ട്രീറ്റ്മെന്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ആക്ച്വലി പറയുന്നുണ്ട് ഈ ഇൻഫർമേഷൻ കോൺഫിഡൻഷ്യൽ ആണ്, നിങ്ങൾ ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ട്രീറ്റ്മെന്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. എക്സെപ്റ്റ് ഇൻഫർമേഷൻ വിച്ച് മസ്റ്റ് ബി മെയ്ഡ് പബ്ലിക് ഇഫ് സർക്കംസ്റ്റൻസസ് സോ റിക്വയർ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് പബ്ലിക് ഹെൽത്ത്. പക്ഷേ ഈവൻ ദോ കോൺഫിഡൻഷ്യൽ ആണെങ്കിൽ പോലും എനിക്ക് ചില ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാം. എങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണ്? ഞാനത് ഡിസ്ക്ലോസ് ചെയ്തേ പറ്റൂ, പബ്ലിക് ഹെൽത്ത് എൻഷുർ ചെയ്യാനാണ്. അപ്പം പബ്ലിക് ഇത് അറിയണം എത്രയും പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് ഹെൽത്തിനെ അത് ബാധിക്കും
എന്ന് എനിക്ക് തോന്നുന്ന ഇൻഫർമേഷൻ ആണെങ്കിൽ ഈവൻ അത് കോൺഫിഡൻസിലാണെങ്കിൽ പോലും ഫുഡ് അതോറിറ്റിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫുഡ് ഐറ്റം മാനുഫാക്ചർ ചെയ്യുന്ന വഴിക്ക് എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്ക് ഉണ്ടായി, അതിനകത്ത് എന്തെങ്കിലും ഒരു പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഇൻക്ലൂഡ് ആയിപ്പോയി, അപ്പൊ അതൊരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. അതെങ്ങനെയെങ്കിലും ഫുഡ് അതോറിറ്റി റിസീവ് ചെയ്യുകയാണെങ്കിൽ പോലും, അതൊരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആണെങ്കിൽ പോലും പബ്ലിക് ഹെൽത്ത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് അത് ഡിസ്ക്ലോസ് ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഫുഡ് അതോറിറ്റിയുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇനി നമ്മള് ഫുഡ് അതോറിറ്റിയുടെ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇനി സെക്ഷൻ 17 ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ സെക്ഷൻ 17 നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പ്രൊസീജിയർ എന്തൊക്കെയാണെന്നാണ്, ഫുഡ് അതോറിറ്റിയുടെ പ്രൊസീഡിങ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പൊ നമ്മൾ സെക്ഷൻ 16 ഇവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നും ഇവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നും പറഞ്ഞു. മേജർലി ഇവർക്കുള്ള ഡ്യൂട്ടി റെഗുലേറ്റ് ചെയ്യാനാണ്, മോണിറ്റർ ചെയ്യാനാണെങ്കിൽ പോലും അവർ എന്ത് ചെയ്യണം, ഈ റെഗുലേറ്റ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഒക്കെ അവർ റെഗുലേഷൻസ് പാസ്സാക്കണം പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് സർട്ടിഫൈയിങ് ലാബ്, ആരാണ്, എന്തൊക്കെയാണ്, അവരെ എങ്ങനെയാണ് ആക്രഡിറ്റ് ചെയ്യേണ്ടത്, ഫുഡ് സർട്ടിഫൈയിങ് അതോറിറ്റി ഏതാണ്, അവരുടെ എങ്ങനെയാണ് ആക്രഡിറ്റ് ചെയ്യേണ്ടത്, ഇമ്പോർട്ട് എങ്ങനെയാണ്, ഇമ്പോർട്ടിന്റെ ക്വാളിറ്റി കണ്ട് എങ്ങനെയാണ് നമ്മൾ എൻഷുർ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും ഇവർ റെഗുലേഷൻസ് പാസ്സാക്കുന്നുണ്ട്. ഈ റെഗുലേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവർ എന്ത് ചെയ്യുന്നത്, ഇവർ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ റെഗുലേഷൻസ് പാസ്സാക്കിയിട്ടാണ് ഇവർ വർക്ക് ചെയ്യാനായിട്ട് അവരുടെ വർക്ക് അവരുടെ ഫംഗ്ഷൻ അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഇനി നമ്മൾ 17 ആണ് നോക്കുന്നത്. 17 നമ്മൾ ബേസിക്കലി നോക്കുന്നത് പ്രൊസീഡിങ് എന്താണ്, ഫുഡ് അതോറിറ്റിയുടെ പ്രൊസീഡിങ് എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ സെക്ഷൻ 17 ക്ലോസ് 1 എന്താണ് പറയുന്നത്, ഫുഡ് അതോറിറ്റി ഷോൾ മീറ്റ് ആറ്റ് ദി ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് എവിടെയാണ്, ഡൽഹി. അത് നമ്മൾ 5 സെക്ഷൻ 4 എസ്റ്റാബ്ലിഷ്മെന്റ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 ക്ലോസ് 3 ആണ് പറയുന്നത് എന്ത്, ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ഡൽഹിയിലായിരിക്കും. ക്ലോസ് ഓർക്കണ്ട, പക്ഷെ സെക്ഷൻ 4 അത് പറഞ്ഞിരിക്കുന്നത് ഓർത്ത് വെക്കുക. ഹെഡ് ഓഫീസ് ഡൽഹി ആണെന്ന് ഓർത്ത് വെക്കുക. or any of its officers at such time as the chairperson may direct. അപ്പം ഇവര് മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഒന്നുകിൽ ഡൽഹിയിലെ മെയിൻ ഓഫീസിലായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓഫീസിലായിരിക്കാം. അവരുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് മീറ്റ് ചെയ്യുന്നത്. ഇനി പക്ഷെ മീറ്റിംഗ് വിളിക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്, ചെയർപേഴ്സൺ ആണുള്ളത്. അപ്പൊ ചെയർപേഴ്സണ് തോന്നുകയാണ് ഓക്കെ ഒരു മീറ്റിംഗ് ആവശ്യമാണ്, പുതിയൊരു സ്റ്റാൻഡേർഡ് നമുക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ആവശ്യമാണ്, ഒരു റെഗുലേഷൻ പാസ്സാക്കാൻ സമയമായി, ഈ കാര്യം കുറച്ച് പ്രശ്നത്തിലാണ്, അപ്പൊ ഈ കാര്യം നമ്മൾ ഒന്ന് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു റെഗുലേഷൻ കൊണ്ടുവരണം അതുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ചെയർപേഴ്സൺ ഏതെങ്കിലും ഒരു അവസരത്തിൽ തോന്നുകയാണ് എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ചെയർപേഴ്സൺ ആണ് എന്ത് ചെയ്യുക, ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുക. മീറ്റിംഗ് വിളിക്കാനുള്ള അവകാശം ചെയർപേഴ്സൺ ആണുള്ളത്. ഫസ്റ്റ്ലി പറയുന്നത് ചെയർപേഴ്സന്റെ അവകാശമാണ്. ചെയർപേഴ്സൺ മീറ്റിംഗ് വിളിക്കാം, ഹെഡ് ഓഫീസിലായിരിക്കാം, മറ്റേതെങ്കിലും ഓഫീസിലായിരിക്കാം. ഇനി if the chairperson is unable to attend the meeting of the food authority, any other member nominated by the chairperson in his behalf, and when there is no chairperson, any member chosen by the members present from amongst themselves shall preside the meeting. മീറ്റിംഗിന്റെ ഹെഡ് ആരായിരിക്കും, അതോറിറ്റിയുടെ ഹെഡ് ആയിട്ടുള്ള ചെയർപേഴ്സൺ ആണ് മീറ്റിംഗും ഹെഡ് ചെയ്യാൻ പോകുന്നത്. ഇനി മീറ്റിംഗ് ഹെഡ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ചെയർപേഴ്സണ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയ ദിവസം ആ മീറ്റിംഗ് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചെയർപേഴ്സൺ തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സിൽ നിന്നും ആരെങ്കിലും ഒരാളെ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാളെ അദ്ദേഹം എന്ത് കൊടുക്കും, ചെയർപേഴ്സൺ ആയിട്ട് നിങ്ങൾ ഇന്ന് ആക്ട് ചെയ്യൂ, നിങ്ങൾ എനിക്ക് പകരം എന്റെ ബിഹാഫിൽ ചെയർപേഴ്സൺ ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ചെയർപേഴ്സന്റെ പവേഴ്സ് അദ്ദേഹത്തിലേക്ക് കൈമാറും. ആ ഒരു ദിവസത്തേക്ക് ആ ഒരു മീറ്റിംഗിന് വേണ്ടി മാത്രം. ചെയർപേഴ്സൺ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്ന് കരുതുക. അപ്പൊ ഈ ചെയർപേഴ്സൺ അപ്പോയിന്റ് ചെയ്തിട്ടില്ല എന്ന് കരുതുക കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയർപേഴ്സണെ റിമൂവ് ചെയ്യുക. ചെയർപേഴ്സൺ ഇപ്പം 65 വയസ്സാവുകയാണെങ്കിലോ 3 വർഷം കഴിയുമ്പോഴും ചെയർപേഴ്സൺ മാറുന്നു. അപ്പൊ ഈ 3 വർഷത്തിന് കഴിയുമ്പോഴാണ് മാറുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ചാണ് മാറുന്നത്. അപ്പം ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഒരു മെമ്പർഷിപ്പ് ഇരിക്കവേ തന്നെ ചെയർപേഴ്സൺ ഇടയിൽ വെച്ച് 65 വയസ്സാവുകയാണെന്ന് കരുതുക. അങ്ങനെയാണ് നമ്മൾ പുതിയൊരാളെ അപ്പോയിന്റ് ചെയ്യേണ്ടേ. ആ അപ്പോയിന്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ആ ഒരു ഗ്യാപ്പിൽ ചെയർപേഴ്സൺ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണോ അവസരം എന്നുണ്ടെങ്കിൽ, ചെയർപേഴ്സൺ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെമ്പറിനെ ചൂസ് ചെയ്യാം. ആര് ചൂസ് ചെയ്യും, മറ്റ് മെമ്പേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് ഒരാളെ ചൂസ് ചെയ്യും. ആ ചൂസ് ചെയ്ത വ്യക്തി ആ മീറ്റിംഗിന് വേണ്ടിയിട്ട് ചെയർപേഴ്സണായിട്ട് ആക്ട് ചെയ്യും. ചെയർപേഴ്സൺ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഫുഡ് അതോറിറ്റിക്ക് ഉള്ളതെങ്കിൽ, ചെയർപേഴ്സൺ ഉള്ളൊരു സമയമാണ് ചെയർപേഴ്സൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയർപേഴ്സൺ ആണ് പറയുക ആരാണ് എനിക്ക് പകരം ചെയർപേഴ്സണായിട്ട് ആക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇതാണ് മീറ്റിംഗ് വിളിക്കാനുള്ള അവകാശം ചെയർപേഴ്സൺ ആണുള്ളത്. ചെയർപേഴ്സൺ ആണ് മീറ്റിംഗ് ഹെഡ് ചെയ്യേണ്ടത്. ഹെഡ് ചെയ്യാനായിട്ട് ചെയർപേഴ്സൺ ഉണ്ടായിട്ടും ചെയർപേഴ്സൺ ആ മീറ്റിംഗ് ഹെഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ചെയർപേഴ്സൺ പറയുന്ന വ്യക്തി ആരാണോ അയാളായിരിക്കും ആ മീറ്റിംഗ് ഹെഡ് ചെയ്യാൻ പോവുക. ചെയർപേഴ്സൺ ഇല്ലാത്തൊരു ഫുഡ് അതോറിറ്റി ആണെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിയാണോ ബാക്കി മെമ്പേഴ്സ് എല്ലാം കൂടെ തീരുമാനിക്കുന്ന വ്യക്തി, ആ വ്യക്തി ആയിരിക്കും ഹെഡ് ചെയ്യാൻ പോവുക. അതാണ് ക്ലോസ് 2. ഇനി all questions which come up before any meeting of the food authority
shall be decided by majority of votes. അത് important ആണ്. Majority of votes of the members present and voting, and in the event of equality of the votes, the chairperson or the other person presiding over shall have the right to exercise a second or casting a vote. അപ്പൊ എന്താണ് ഇവര് മീറ്റിംഗ് പങ്കെടുക്കുന്ന എന്ത് തീരുമാനം എടുക്കാനാണെങ്കിലും എങ്ങനെയാണ് ഇവർ തീരുമാനത്തിലേക്ക് എത്തുക, മെജോറിറ്റിയുടെ ഒപ്പീനിയൻ എന്താണോ അതായിരിക്കും തീരുമാനം. അപ്പൊ മെജോറിറ്റി വോട്ടാണ് ആക്ച്വലി ഇവരുടെ തീരുമാനങ്ങൾക്കുള്ള ബേസിസ്. മെജോറിറ്റി സമ്മതിക്കുന്ന കാര്യം എന്താണോ അത് തീരുമാനമായി മാറും. ഈ മെജോറിറ്റി വോട്ട് ആരിൽ നിന്ന് മാത്രമാണ് ഈ 22 പേര് ഉണ്ട് കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ കൂടാതെ. പക്ഷെ ഒരു മീറ്റിംഗിൽ 22 പേരും പങ്കെടുക്കണമെന്ന് നിർബന്ധമില്ല. 22 പേർക്ക് പകരം ഒരു 15 പേര് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുള്ളൂ എന്ന് കരുതുക. അപ്പൊ ഉള്ള ആൾക്കാർ അന്ന് മീറ്റിംഗിൽ പങ്കെടുത്ത എത്ര വ്യക്തികളുണ്ടോ അവരിലെ മെജോറിറ്റി സമ്മതിക്കുന്ന കാര്യമായിരിക്കും നമ്മൾ എടുക്കുക. അല്ലാതെ ഫുൾ മെമ്പേഴ്സിലും മെജോറിറ്റി സമ്മതിക്കണമെന്ന് നിർബന്ധമില്ല. പ്രസന്റ് ആൻഡ് വോട്ടിംഗ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എത്ര പേരാണോ അന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് പ്രസന്റ് ആയിട്ടുള്ളത് അവരുടെ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലുള്ള മെജോറിറ്റി ആരാണ് ആ മെജോറിറ്റിയുടെ തീരുമാനമായിരിക്കും നമ്മൾ തീരുമാനമായിട്ട് മാറ്റുക. ഇനി എപ്പോഴെങ്കിലും ഇക്വാലിറ്റി ഓഫ് വോട്ട്സ് ആണെങ്കിലോ, അതായത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഈക്വൽ ആയിട്ട് ഒരു മെജോറിറ്റി ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയാണ് വരുന്നുണ്ടെങ്കിൽ ചെയർപേഴ്സൺ ആയിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ചെയർപേഴ്സൺ ഇല്ലാത്തൊരു മീറ്റിംഗോ ചെയർപേഴ്സൺ ആബ്സെന്റ് ആയിട്ടുള്ള മീറ്റിംഗോ ആണെങ്കിൽ ഏത് വ്യക്തിയാണോ ഹെഡ് ചെയ്യുന്നത് ആ വ്യക്തി ഒരു വോട്ടും കൂടി കാസ്റ്റ് ചെയ്യാം. ആ വ്യക്തിക്ക് ഒരു വട്ടം കൂടി വോട്ട് കാസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സൈഡിൽ മെജോറിറ്റി ആക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് വോട്ട് കാസ്റ്റ് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണ് ഇക്വാലിറ്റി ഓഫ് വോട്ട്സ് വരുവാണ് ഏതെങ്കിലും ഒരു തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ. ഇനി all orders and decision of the food authority shall be authenticated by the chief executive officer. ഇത് നമ്മളുടെ മിനിസ്ട്രി വർക്ക് ചെയ്യുന്ന പോലെയാണ്. മിനിസ്റ്റേഴ്സ് എല്ലാം കൂടി തീരുമാനിച്ചൊരു നിയമം പാസ്സാക്കുന്നു. പാസ്സായി നിയമം മെജോറിറ്റി, അവിടെ മെജോറിറ്റി ആണല്ലോ, ഏതെങ്കിലും 2 രാജ്യസഭയിൽ ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണെങ്കിൽ അവിടെ ആണെങ്കിൽ പാസ്സാക്കി മെജോറിറ്റി തീരുമാനിച്ചു, നിയമം പാസ്സായി. നിയമം പാസ്സായി കഴിഞ്ഞാൽ നിയമം പാസ്സായി, അത്രേ ഉള്ളൂ. അത് കറക്റ്റ് ആയിട്ട് മാറുന്നത് ആരെ ഒപ്പുവെക്കുമ്പോഴാണ്? പ്രസിഡന്റ് ഒപ്പുവെക്കുമ്പോഴാണ്. സെയിം കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ അതോറിറ്റി ഒരു എന്താ പറയാ മെജോറിറ്റി ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ പോലും ആ മെജോറിറ്റി ഡിസിഷനെ ഒതന്റിക്കേറ്റ് ചെയ്യുന്നത് ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. അപ്പൊ നമ്മൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതർ മെമ്പേഴ്സിലെ എംപ്ലോയീസിൽ സെക്ഷൻ 9 പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ത് കൊടുക്കണം? ഒതന്റിക്കേറ്റ് ചെയ്യണം. ശരിയാണ്, ഈ തീരുമാനമാണ് ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം ഒതന്റിക്കേറ്റ് ചെയ്യണം. യൂഷ്വലി അദ്ദേഹം ഒതന്റിക്കേറ്റ് ചെയ്യും, ഫോർ വെരി ഷുവർ. അപ്പൊ ആ ഒതന്റിക്കേറ്റ് ചെയ്തിരിക്കുന്ന തീരുമാനങ്ങളായിരിക്കും. എന്നാൽ മാത്രമേ ആ തീരുമാനമായി മാറുന്നുള്ളൂ. ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാൾ ടേക്ക് പാർട്ട് ഇൻ ദ മീറ്റിംഗ്സ് ഓഫ് ദി ഫുഡ് അതോറിറ്റി ബട്ട് വിത്തൗട്ട് എ റൈറ്റ് ടു വോട്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എല്ലാ മീറ്റിംഗ്സിലും പങ്കെടുക്കാം, പക്ഷെ അദ്ദേഹത്തിന് എന്തില്ല? വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. ഓഫ് കോഴ്സ് വോട്ട് ചെയ്യാനുള്ള അവകാശം അയക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒതന്റിക്കേറ്റ് ചെയ്യാനുള്ള അവകാശം പുള്ളിക്ക് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെയാണ് പ്രസിഡന്റിന് ഒരിക്കലും പങ്കെടുക്കാനോ വോട്ട് ചെയ്യാനോ ഉള്ള അവകാശമില്ല. ഒതന്റിക്കേറ്റ് ചെയ്യുക, അസെന്റ് ചെയ്യുക എന്നൊരു അവകാശം മാത്രമേ ഉള്ളൂ. ഇവിടെ അതേ കണക്ക് തന്നെയാണ്. പുള്ളിക്ക് മീറ്റിംഗിലെല്ലാം പങ്കെടുക്കാം, എല്ലാ ഡിസ്കഷൻസും കേൾക്കാം, എല്ലാ കാര്യങ്ങളിലും എൻഗേജ്ഡ് ആവാം. പക്ഷെ ഒരിക്കലും ആ ഡിസിഷനിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. മറിച്ച് വോട്ട് ചെയ്ത് മെജോറിറ്റി ഡിസിഷൻ ആയ ഒരു കാര്യത്തിനെ ഒതന്റിക്കേറ്റ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക എന്നൊരു അധികാരമാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനുള്ളത്. അപ്പൊ ബാക്കി എല്ലാവർക്കും വോട്ടിംഗ് അവകാശമുണ്ട്, ഇൻക്ലൂഡിംഗ് ചെയർപേഴ്സണിന് വോട്ടിംഗ് അവകാശമുണ്ട്. പക്ഷെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിന് വോട്ടിംഗ് അവകാശമില്ല. അയാളുടെ പവർ എന്താണ്? ടു ഒതന്റിക്കേറ്റ് ദ ഡിസിഷൻ ഗിവൻ ബൈ ദി ഫുഡ് അതോറിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി the food authority may invite the chairperson of the scientific committee to attend its meeting but without a right to vote. നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സയന്റിഫിക് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ സയന്റിഫിക് കമ്മിറ്റി എന്ന് പറയുന്നത് ഫുഡ് അതോറിറ്റിയുടെ താഴെ വരുന്ന ഒരു കമ്മിറ്റിയാണ്, അതിന്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പൊ ഈ കമ്മിറ്റിയിൽ ചെയർപേഴ്സൺ ഉണ്ട്. ആ ചെയർപേഴ്സണെ നമുക്ക് വേണമെങ്കിലും ഈ മീറ്റിംഗ് പങ്കെടുക്കാനായിട്ട് നമുക്ക് വിളിക്കാം. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് നമ്മൾ എന്ത് കൊടുക്കില്ല? വോട്ടിംഗ് അവകാശം കൊടുക്കില്ല. മീറ്റിംഗിൽ പങ്കെടുക്കാം, അഭിപ്രായം പറയാം, വോട്ട് ചെയ്ത് മെജോറിറ്റി ഡിസിഷൻ എടുക്കാനുള്ള അവകാശം കൊടുക്കില്ല. ഇനി no act or proceedings of the food authority shall be questioned or invalidated merely on the ground of existence of any vacancy or defect in the constitution of the food authority. ഫുഡ് അതോറിറ്റിയിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വേക്കൻസി കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അങ്ങനെ ആ ബോഡി എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ട് എന്ന് കരുതി ആ ബോഡി എടുത്തിരിക്കുന്ന ഒരു തീരുമാനങ്ങളും ഇൻവാലിഡേറ്റ് ആവില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോമ്പോസിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1/3 വുമൺ ആയിരിക്കണം. നമ്മൾ ഈ 22 പേരിൽ 1/3 വുമൺ ആയിരിക്കണം. കൺസിഡർ ചെയ്യുക, ഈ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് 1/3 വുമണിനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. പകരം വുമന്റെ എണ്ണം കുറച്ച് കുറവാണ്.
1/3 വുമൺ നിർബന്ധമായിട്ട് ആയിരിക്കണം എന്നാണ് ആക്ട് പറയുന്നത്. അപ്പൊ ഒരു ഡിഫക്റ്റ് ഉണ്ടായി ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. ആ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ആ ബോഡി ഒരു തീരുമാനം എടുത്തു എന്ന് കരുതുക, മെജോറിറ്റി ആയിട്ട് ഒരു തീരുമാനം എടുത്തു എന്ന് കരുതുക. ആ ബോഡി ഒരു ഡിഫക്റ്റീവ് ബോഡി ആയതുകൊണ്ട് ആ ബോഡി എടുത്ത തീരുമാനം ഇൻവാലിഡ് ആകില്ല എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു ആക്ടോ പ്രൊസീഡിങ്ങോ ഫുഡ് അതോറിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഒരിക്കലും ഇൻവാലിഡേറ്റ് ചെയ്യാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ സാധിക്കില്ല. എന്തിന്റെ മിയർലി ഓൺ ഈ 2 ഗ്രൗണ്ടുകൾ മാത്രമാണെങ്കിൽ, ഡിഫക്റ്റും ഉണ്ട് മറ്റെന്തെങ്കിലും ഒരു കാരണം കൂടി ഉണ്ടെങ്കിൽ ഓക്കെ, ഈ 2 ഗ്രൗണ്ടുകൾ മാത്രമാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഇൻവാലിഡേറ്റ് ചെയ്യാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ സാധിക്കില്ല. എന്തൊക്കെയാണ് 2 ഗ്രൗണ്ടുകൾ? ഒന്ന്, ഏതെങ്കിലും ഒരു വേക്കൻസി, ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ആ തീരുമാനം തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആരെങ്കിലും ഇല്ലായിരുന്നെങ്കിൽ ഇല്ല, അത് ആ ഒരു ഗ്രൗണ്ട് വെച്ച് മാത്രം ആ തീരുമാനം ഇൻവാലിഡേറ്റ് ചെയ്യാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ നമുക്ക് അവകാശമില്ല. അതുപോലെ തന്നെ ഒരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാലോ അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ബോഡിയുടെ കോമ്പോസിഷൻ, അതിനകത്ത് എന്തൊക്കെ ആൾക്കാരാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ആ ബോഡിയുടെ കോമ്പോസിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ബോഡിയുടെ കോമ്പോസിഷൻ അല്ലെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ ഡിഫക്റ്റ് കാരണം ആ ബോഡി എടുത്തൊരു തീരുമാനം തെറ്റാണെന്നോ അല്ലെങ്കിൽ ആ ബോഡിയുടെ ഒരു ഫംഗ്ഷൻ, ആ ബോഡിയുടെ എടുത്തൊരു ഡിസിഷൻ ഇൻവാലിഡേറ്റ് ചെയ്യാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രൊസീഡിങ്. പ്രൊസീഡിങ് എന്താണ്? ജനറലി നമ്മൾ പറയുന്നത് പ്രൊസീഡിങ് കൊണ്ട് നമ്മൾ ജനറലി ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് കുറെ പവർ നമ്മൾ കൊടുത്തു, ഫംഗ്ഷൻ കൊടുത്തു. എന്റെ പവർ ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ പവർ എക്സസൈസ് ചെയ്യുന്നത്, അതാണ് പറയുന്നത്. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുക, മെജോറിറ്റി ആൾക്കാരുടെ ഡിസിഷൻ ആയിരിക്കും മീറ്റിംഗിൽ ഉണ്ടായിരിക്കുക. ഹെഡ് ചെയ്യുന്നത് ചെയർപേഴ്സൺ ആയിരിക്കും. ചെയർപേഴ്സൺ ഇല്ല, ആബ്സെന്റ് ആണെന്നുണ്ടെങ്കിൽ ചെയർപേഴ്സൺ ഒരാളെ നിയമിക്കും, മെമ്പേഴ്സിൽ ഒരാളെ നിയമിക്കും ഹെഡായിട്ട്. ചെയർപേഴ്സൺ ഇല്ലാത്തൊരു കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാ മെമ്പേഴ്സും കൂടെ ഒരാളെ തീരുമാനിച്ച് ഹെഡാക്കി മാറ്റും. ഇവർ മീറ്റ് ചെയ്യുന്നത് ഡൽഹിയിലോ അവരുടെ സ്പെഷ്യൽ ഓഫീസിലോ ഹെഡ് ഓഫീസിലായിരിക്കാം, അല്ല മറ്റേതെങ്കിലും ഓഫീസ് ആണെങ്കിൽ അവരുടെ കൺവീനിയൻസ് ആണ്. ഇനി ഇവർക്ക് മീറ്റ് ചെയ്തതിന് ശേഷം ഇവർ എന്താണ് ചെയ്യുന്നത്? മെജോറിറ്റി ഡിസിഷൻ അനുസരിച്ച് തീരുമാനം എടുക്കും. ആ മെജോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെ മെജോറിറ്റിയാണ്? എത്ര പേര് വന്നു ഇരുന്നു വോട്ട് ചെയ്യുന്നു, അത്രയും ആൾക്കാരെ നോക്കിയാൽ മതി. എല്ലാരെയും നമ്മൾ വരാത്തവരുടെ കണക്കെടുത്ത് മെജോറിറ്റി തീരുമാനിക്കേണ്ട കാര്യമില്ല. വന്നവരിൽ മെജോറിറ്റി ആൾക്കാർ ഒപ്പിടുക, വോട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും ഡിസിഷനായിട്ട് മാറുക. ഇനി മെജോറിറ്റി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ട് വോട്ട് കിട്ടുകയാണെങ്കിൽ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ഏത് പേഴ്സൺ ആണോ ചെയർപേഴ്സണിന്റെ ഹെഡായിട്ട് ആക്ട് ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഒരു സെക്കൻഡ് വോട്ട് കാസ്റ്റ് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം ഇവരെടുത്താലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതിനെ എന്ത് ചെയ്യണം? ഒതന്റിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ വ്യക്തി അതിനെ അപ്രൂവ് ചെയ്യണം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒതന്റിക്കേറ്റ് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്, ആ വ്യക്തിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തിനുള്ള അവകാശം ഇല്ല? വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല. അതേ കണക്ക് തന്നെ സയന്റിഫിക് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്, വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല. എന്തെങ്കിലും ഒരു മീറ്റിംഗിൽ എടുത്തൊരു ഡിസിഷൻ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഇൻവാലിഡേറ്റ് ചെയ്യാനോ സാധിക്കില്ല. എന്ത് ഗ്രൗണ്ടിലാണ്? 2 ഗ്രൗണ്ടുകൾ. ഈ 2 ഗ്രൗണ്ടുകൾ മാത്രമാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനോ ഇൻവാലിഡേറ്റ് ചെയ്യാനോ സാധിക്കില്ല. ഒന്ന്, എന്തെങ്കിലും ഒരു വേക്കൻസി ഉണ്ടായിരുന്നു എന്നൊരു കാരണം കൊണ്ട് മാത്രം ആ ഡിസിഷനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനോ ഇൻവാലിഡേറ്റ് ചെയ്യാനോ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നു ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ എന്നൊരു കാരണം കൊണ്ട് മാത്രം ഒരു ഡിസിഷനെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനോ ഇൻവാലിഡേറ്റ് ചെയ്യാനോ സാധിക്കില്ല. അപ്പൊ ഇതാണ് നമ്മള് സെക്ഷൻ 17. സെക്ഷൻ 17ലാണ് നമ്മൾ എന്ത് പഠിച്ചത്? ബോഡിന്റെ പ്രൊസീഡിംഗ് പഠിച്ചത്. സെക്ഷൻ 16 നമ്മൾ ഇതിന്റെ ഡ്യൂട്ടീസ് ആണ് ജനറലി പഠിക്കുന്നത്. സെക്ഷൻ 16 നമ്മൾ ഇതിന്റെ ഡ്യൂട്ടി പഠിച്ചു. സെക്ഷൻ 17ലാണ് നമ്മൾ ഇതിന്റെ കോമ്പോസിഷനും പ്രൊസീഡിങ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. അപ്പൊ ഇതോടുകൂടി നമ്മൾ ഫുഡ് അതോറിറ്റി ഫുള്ളി കവർ ചെയ്തു. എന്താണ് ബോഡി എസ്റ്റാബ്ലിഷ്മെന്റ്, എന്താണ് കോമ്പോസിഷൻ, എന്താണ് ടെനുവർ, എന്താണ് ഫങ്ഷൻസും പവേഴ്സും എന്തൊക്കെയാണ്. അതിനുശേഷം നമ്മൾ മറ്റേ ഇതിലേക്ക് വന്നു, പ്രൊസീഡിംഗിലേക്ക് വന്നു. അപ്പൊ 10 വരെ നമ്മൾ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡറിൽ തന്നെ. 4, 5, 6, 7, 8, 9, 10 ഓർഡറിൽ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ട് 16, 17 ആണ് പറഞ്ഞത്. അതാണ് ഫുഡ് സേഫ്റ്റി അതോറിറ്റീസിന്റെ പവേഴ്സും ഫങ്ഷൻസും അവരുടെ പ്രൊസീഡിങ്ങും. ഇനി നമ്മൾ ആ 10ൽ നിന്നും ബാക്കി കണ്ടിന്യൂഷനിലേക്ക് വരികയാണ്. മറ്റ് കമ്മിറ്റികൾ ആരൊക്കെയാണ് ആക്ച്വലി പറയുന്നത്? അതിൽ ആദ്യം വരുന്ന കമ്മിറ്റിയാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി, സെക്ഷൻ 11. ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കമ്മിറ്റീസും ഇമ്പോർട്ടന്റ് ആണ്. കമ്മിറ്റീസും അതിന്റെ സെക്ഷനും അതിന്റെ പവേഴ്സും ഫങ്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓരോ കമ്മിറ്റിക്കും സ്പെസിഫിക്കലി അതിൻ്റെതായ കുറച്ച് പവേഴ്സും ഫങ്ഷൻസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ പവേഴ്സും ഫങ്ഷൻസും അതാണ് അവർ എക്സസൈസ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ ഒരു കമ്മിറ്റി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റൊരു കമ്മിറ്റിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇന്റർ കണക്റ്റഡ് ആണ് ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാം. സെക്ഷൻ 11. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഫുഡ് അതോറിറ്റി ആണ് ബൈ നോട്ടിഫിക്കേഷൻ. അത് നമ്മൾ ഓൾറെഡി ഫുഡ് അതോറിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്? നമ്മൾ മറ്റ് ഈ ബോഡിയിലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ കമ്മിറ്റി വേണമെങ്കിലോ ഏതെങ്കിലുമൊക്കെ ആൾക്കാരെ വേണമെങ്കിലോ അപ്പോയിന്റ് ചെയ്യാനുള്ള അവകാശം ഫുഡ് അതോറിറ്റിക്ക് ഉണ്ട്.
അപ്പൊ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ഫുഡ് അതോറിറ്റിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? ബൈ നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ എന്താണെന്ന് അറിയാലോ അല്ലേ? ഞാൻ ഒഫീഷ്യൽ ഗസറ്റ് ആണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒഫീഷ്യൽ ഗസറ്റ് വഴി ഇവർ എന്ത് ചെയ്തു? ഫുഡ് അതോറിറ്റിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. എങ്ങനെ? സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. ഇനി the central advisory committee shall consist of composition ആണ് പറയുന്നത് 2 members each to represent the interest of food industry, agriculture, consumers, relevant research bodies and food laboratories and commissioners of food safety, and the chairperson of the scientific committee shall be ex officio member. Central advisory committee യിൽ 2 members ഉണ്ടായിരിക്കും. 2 members from all these bodies. അതായത് ഫുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് 2 പേര്, അഗ്രികൾച്ചറിൽ നിന്ന് 2 പേര്, കൺസ്യൂമറിനെ റെപ്രസെന്റ് ചെയ്യാൻ 2 പേര്, റിസർച്ച് ബോഡീസിനെ റെപ്രസെന്റ് ചെയ്യാൻ 2 പേര്, ഫുഡ് ലബോറട്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ 2 പേര്, അതുപോലെ തന്നെ എല്ലാ ഫുഡ് സേഫ്റ്റി കമ്മീഷണറുകൾ നമ്മൾ പഠിക്കും. ആരാണ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ നമ്മൾ ഇനി പഠിക്കും. ആ എല്ലാ കമ്മീഷണേഴ്സും ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും. ഇനി ഇതിന്റെ ചെയർമാൻ ആരാണോ ആ വ്യക്തി എക്സ് ഒഫീഷ്യൽ കപ്പാസിറ്റിയിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പൊ ഈ 2 മെമ്പേഴ്സ് ഈച്ച് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ 2 മെമ്പേഴ്സ് എന്നല്ല, ഈച്ച് ഓഫ് ആ പറയുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നും 2 മെമ്പേഴ്സ്. നമ്മൾ ഈ ലോ പഠിക്കുമ്പം പല സെക്ഷൻസും നമ്മൾ വളരെ എന്താ പറയാ ഡീപ്പായിട്ട് അത് റീഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ കറക്റ്റ് പ്രൊവിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാവാം. അപ്പൊ 2 മെമ്പേഴ്സ് ഈച്ച് ഓഫ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 2 മെമ്പേഴ്സ് എന്നല്ല, ഓരോത്തിനകത്തുനിന്നും 2 പേര് വെച്ചുണ്ടാകും. അങ്ങനെ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ്? ഫുഡ് ഇൻഡസ്ട്രി റെപ്രസെന്റ് ചെയ്യാൻ 2 പേര്, അഗ്രികൾച്ചർ, കൺസ്യൂമർ, അങ്ങനെ ഓരോത്തിൽ നിന്നും 2 പേര് വെച്ച്. അത് കൂടാതെ ആൻഡ് ഓൾ കമ്മീഷണേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്രയും കൂടാതെ തന്നെ എല്ലാ കമ്മീഷണേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റിയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ചെയർപേഴ്സൺ ആരാണോ ആ വ്യക്തി ആരായിരിക്കും? എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിരിക്കും. ആരാണ് ചെയർപേഴ്സൺ എന്ന് പറയുന്നില്ല, പുള്ളി എക്സ് ഒഫീഷ്യോ ആയിരിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാൽ ബി എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് ദി സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. അപ്പൊ ആരാണ് ചെയർപേഴ്സൺ എന്ന് ഇവിടെയാണ് പറയുന്നത്. ആരായിരിക്കും ചെയർപേഴ്സൺ? ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സിഇഒ ആയിട്ടുള്ള, അതായത് സിഇഒ എന്തിന്റെ? ഫുഡ് അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണോ ആ വ്യക്തിയായിരിക്കും ഇതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദി ഫുഡ് അതോറിറ്റി എവിടുത്തെ ചെയർപേഴ്സൺ ആണ്? എന്തിന്റെ ചെയർപേഴ്സൺ ആണ്? സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആയിട്ടായിരിക്കും ആ വ്യക്തി എന്ത് ചെയ്യാൻ പോകുന്നത്? ആക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ചെയർപേഴ്സൺ അല്ലാതെ ബാക്കി എത്ര മെമ്പേഴ്സ് ഉണ്ട്? 2 മെമ്പേഴ്സ് വെച്ച് താഴെ പറയുന്ന കാര്യങ്ങളിൽ നിന്നും, അത് കൂടാതെ തന്നെ എല്ലാ ഫുഡ് സേഫ്റ്റി കമ്മീഷണേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി എല്ലാവരും ഇതിന്റെ മെമ്പറാണ്. ഇതാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. ഇനി the representative of the concerned ministries or departments of the central government in agriculture, animal husbandry, biotechnology, commerce and industry, consumer affairs, environment and forest, അങ്ങനെ പഞ്ചായത്ത് രാജ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഗവൺമെന്റ് ഇൻഡസ്ട്രീസ്, റെക്കഗ്നൈസ്ഡ് ഫാമേഴ്സ്. അപ്പൊ ഇതിനെയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ബോഡീസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന കൺസേൺഡ് മിനിസ്ട്രീസിനകത്തുനിന്നുള്ള റെപ്രസെന്റേറ്റീവ്സും കൂടി എന്തിലുണ്ടായിരിക്കും? സെൻട്രൽ ഗവൺമെന്റിന്റെ ഈ പറയുന്ന മിനിസ്ട്രീസ് എന്ന് വരുന്ന ആ കൺസേൺഡ് മിനിസ്ട്രീസിലുള്ള റെപ്രസെന്റേറ്റീവ്സും കൂടി എന്തിലുണ്ടായിരിക്കും? സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കൂടാതെ നമ്മൾ ഓൾറെഡി 2 മെമ്പേഴ്സിനെ എടുക്കണം എന്ന് പറഞ്ഞു. ആ പെർട്ടിക്കുലർ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 വ്യക്തികളെ എടുക്കണം. അത് കൂടാതെ ഈ പറയുന്ന മിനിസ്ട്രികളിൽ വരുന്ന 2 റെപ്രസെന്റേറ്റീവുകളെ കൂടെ നമ്മൾ എടുക്കണം. റെപ്രസെന്റേറ്റീവ് ഓഫ് ദി കൺസേൺഡ് മിനിസ്ട്രീസ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഇൻ അഗ്രികൾച്ചർ, പഞ്ചായത്ത് രാജ്, ഈ പറഞ്ഞിരിക്കുന്ന മിനിസ്ട്രീസിലോ ഡിപ്പാർട്ട്മെന്റുകളിലോ വരുന്ന 2 റെപ്രസെന്റേറ്റീവുകളുടെ കൂടെ നമ്മൾ എടുക്കണം. ഇത് ഇത്രയും ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് ടാസ്ക് ആണ്, കൺഫ്യൂസിംഗ് ആണ്. ബട്ട് സ്റ്റിൽ ഓർത്ത് വെച്ചേ മതിയാവുള്ളൂ. അറ്റ്ലീസ്റ്റ് ഏതൊക്കെയാണ്, എത്ര പേരെയാണ് നമ്മൾ എടുക്കുന്നത്? കോമൺ ആണ്. കുറെ മിനിസ്ട്രീസും നമ്മൾ നേരത്തെ പഠിച്ചതുമായിട്ട് കോമൺ ആണ്. ബാക്കിയുള്ള മിനിസ്ട്രീസ്, എക്സ്ട്രാ വരുന്ന മിനിസ്ട്രീസ് ഏതൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അവർ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയിൽ മാത്രമേ ഉള്ളൂ എന്നൊരു ഒരു സവിശേഷത അവർക്കുണ്ട് ആ മിനിസ്ട്രീസ്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി they shall be invitees to the deliberations of the central advisory committee. ഈ പറയുന്ന ആൾക്കാരൊക്കെ റെപ്രസെന്റേറ്റീവ് ഒക്കെ എപ്പോഴുള്ള മെമ്പേഴ്സ് അല്ല. ഇവരൊക്കെ ഈ ബോഡിയിലുണ്ട്, സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്ന ബോഡിയിലുണ്ട്. പക്ഷെ അവർ എപ്പോഴും മെമ്പേഴ്സ് അല്ല. അവരെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഡെലിബറേഷൻസിൽ പങ്കെടുക്കാനായിട്ട്, അതായത് നമ്മൾ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് നമ്മൾ ഇൻവൈറ്റീസ് ആയിട്ടായിരിക്കും അവരെ ക്ഷണിക്കാം. അതായത് ഇവരൊരു റെഗുലർ മെമ്പർ അല്ല. അല്ലാതെ എന്താണ്? ഇൻവൈറ്റീസ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ
നമ്മൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യമായിട്ട്, അപ്പം ഈ പറയുന്ന ആൾക്കാരുടെ ഏതെങ്കിലും ഒരു കാര്യവുമായിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരെ വിളിക്കും. ഇവരെ വിളിച്ചിട്ട് ഇവരുടെ അഭിപ്രായം നമ്മൾ ചോദിക്കും. ഇവരുടെ ഡെലിബറേഷൻസ് നമ്മൾ ഉൾപ്പെടുത്തും. കാരണം ആ സബ്ജക്ട് മാറ്ററുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് ഇവർക്കാണ്. അപ്പം നേരത്തെ പറഞ്ഞ ആൾക്കാരെ കൂടാതെ ഇവരും മെമ്പേഴ്സ് ആണ്. എപ്പോൾ മാത്രമാണ് നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ, സ്പെസിഫിക്കലി അവരെ നമ്മൾ ഇൻവൈറ്റേഴ്സ് ആയിട്ട് വിളിക്കുമ്പോൾ അവർ നമ്മളുടെ മെമ്പർഷിപ്പ് ആയിട്ട്, അവർ നമ്മളുടെ ആ ഡെലിബറേഷനിലെ മെമ്പർ ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി സെക്ഷൻ 11. അപ്പൊ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി എന്താണെന്ന് നമ്മൾ സെക്ഷൻ 11 പറഞ്ഞു. കോമ്പോസിഷൻ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ചെയർപേഴ്സൺ ആരാണെന്ന് പറഞ്ഞു. സിഇഒ ഓഫ് ദി ഫുഡ് അതോറിറ്റി ആണ് അതിന്റെ ചെയർപേഴ്സൺ നമ്മൾ പറഞ്ഞു. എക്സ് ഒഫീഷ്യോ ആയിട്ടായിരിക്കും പുള്ളി ആക്ട് ചെയ്യണം നമ്മൾ പറഞ്ഞു. എന്താണ് എക്സ് ഒഫീഷ്യോ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, അതാണ് സെക്ഷൻ 12 പറയുന്നത്. സെക്ഷൻ 12 ഇതിന്റെ ഫംഗ്ഷൻ എന്താണ് പറയുന്നിരിക്കുന്നത്? ദി സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ഷാൽ എൻഷുർ ക്ലോസ് കോപ്പറേഷൻ ബിറ്റ്വീൻ ദി ഫുഡ് അതോറിറ്റി ആൻഡ് ദി എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഓർ ഓർഗനൈസേഷൻസ് ഓപ്പറേറ്റിംഗ് ഇൻ ദ ഫീൽഡ് ഓഫ് ഫുഡ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെയൊക്കെ ഫംഗ്ഷൻസ് വളരെയധികം കണക്റ്റഡ് ആണ്. ഇവരുടെ മെയിൻ ഫംഗ്ഷൻ എന്താ? ഞാനെന്ന് പറയുന്ന സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ മെയിൻ ജോലി, ഫുഡ് അതോറിറ്റി ഉണ്ട്, നമുക്കറിയാം എന്റെ മുകളിലുള്ളത് ഫുഡ് അതോറിറ്റിയാണ്. അപ്പൊ ഫുഡ് അതോറിറ്റിയും ഈ ഫുഡ് അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം എൻഫോഴ്സ്മെന്റ് ഏജൻസികളുണ്ട്. നമ്മൾ ഇനി പഠിക്കും എന്തൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് ഏജൻസി, എന്തൊക്കെയാണ് എൻഫോഴ്സ്മെന്റ് പ്രൊസീജിയർ, നമ്മൾ ഇനി പഠിക്കും. ആ എൻഫോഴ്സ്മെന്റ് ഏജൻസിയും ഫുഡ് അതോറിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എന്റെ ജോലി. അതായത് ഞാനാണ് ഇവർക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നത്. എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് എന്നെ അറിയിക്കും കാര്യങ്ങൾ, ഞാൻ അത് ഫുഡ് അതോറിറ്റിനെ അറിയിക്കും. ഫുഡ് അതോറിറ്റി തിരിച്ച് എന്നെ അറിയിക്കും കാര്യങ്ങൾ, ഞാൻ അത് എൻഫോഴ്സ്മെന്റ് അതോറിറ്റിനെ അറിയിക്കും. അപ്പം ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ജോലി. ഇവർ തമ്മിലുള്ള ക്ലോസ് റിലേഷൻഷിപ്പ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് എന്റെ ജോലി. അതാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ മെയിൻ ജോലി. അതുപോലെ തന്നെ ഇവർക്കുള്ളൊരു അടുത്ത ജോലി എന്താണ്? അഡ്വൈസ് ചെയ്യുക ഫുഡ് അതോറിറ്റിനെ. അതായത് FSSAI എന്ന് പറയുന്ന ഫുഡ് അതോറിറ്റിനെ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക. പേരിൽ തന്നെ പറയുന്നത് അഡ്വൈസറി കമ്മിറ്റിയാണ്. അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്? The performance of his duties under this section and in particular in drawing up a proposal for the food authority's work program. നമ്മൾ കുറെ ഡ്യൂട്ടീസ് സെക്ഷൻ 16 പറഞ്ഞു. ഫുഡ് അതോറിറ്റിക്ക് കുറെ ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടീസ് ഒക്കെ പെർഫോം ചെയ്യാനായിട്ട് ഇവർക്ക് എന്ത് ചെയ്യുക? എന്തെങ്കിലും രീതിയിലുള്ള അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇവരുടെ ജോലി. അതിനോടൊപ്പം തന്നെ ഇവർക്ക് എന്ത് കൊടുക്കാം? അവരുടെ വർക്ക്, ഫുഡ് അതോറിറ്റിയുടെ വർക്ക് മാനേജ് ചെയ്യാനായിട്ടും അത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഇവർക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? പ്രപ്പോസൽസ് കൊടുക്കാം. നിങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു പാറ്റേൺ നിങ്ങൾ വർക്ക് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എൻഫോഴ്സിബിൾ ആയിരിക്കും ഈ ആക്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻസ് ഒക്കെ കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അഡ്വൈസ് കൊടുക്കുക, വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രപ്പോസൽസ് കൊടുക്കുക, ഇതാണ് ഇവരുടെ ജോലി. അത് കൂടാതെ ഇവർക്ക് എന്തിലൊക്കെ അഡ്വൈസ് കൊടുക്കാം? ആദ്യം ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് അഡ്വൈസ് കൊടുക്കാം. അതുപോലെ തന്നെ വർക്ക് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രപ്പോസൽസ് ഒക്കെ കൊടുക്കാം. ഇത് കൂടാതെ ഓൺ ദി പ്രയോറിറ്റൈസേഷൻ ഓഫ് വർക്ക്. അതായത് ഇപ്പൊ നമ്മൾ കോവിഡ് ഒക്കെ വന്നപ്പോ നമുക്ക് മനസ്സിലായി ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കോവിഡ് വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറെ അധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് എസെൻഷ്യലി ഇവരുടെ ജോലിയാണല്ലോ. അപ്പൊ പ്രയോറിറ്റി എങ്ങനെ കൊടുക്കണം, എന്തിനെപ്പോ പ്രയോറിറ്റി കൊടുക്കണം? കോവിഡ് വന്ന സമയത്ത് നമ്മൾ പ്രയോറിറ്റി എന്തായിരുന്നു? ഫുഡ് എന്താണ് എസെൻഷ്യൽ ഫുഡ് മനുഷ്യരിലേക്ക് എത്തുന്നുണ്ടോ? അവശ്യ സാധനങ്ങൾ നമ്മൾ വിൽക്കാൻ അപ്പോഴും അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എസെൻഷ്യൽ ഫുഡ് മനുഷ്യരിലേക്ക് എത്തുന്നുണ്ടോ? അഡൾട്രസ് ആണോ ആ ഫുഡ്? കോവിഡിന്റെ സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള അഡൾട്രസ് ആക്ടിവിറ്റി നടക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടത് ഇവരുടെ ജോലിയാണ്. അപ്പം ടൈമിനനുസരിച്ച് എന്ത് പ്രയോറിറ്റി ചെയ്യണം, എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, എവിടെ എന്താണ് ഇപ്പൊ ആവശ്യം, ഇപ്പൊ സമയം ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെടാതെ എന്താണെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഫുഡ് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് പറഞ്ഞു കൊടുക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട അഡ്വൈസ് കൊടുക്കേണ്ടത് ആരാണ്? സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയാണ്. ഇവരാണ് പറയുന്നത് ഓക്കെ ഇപ്പൊ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇതിലാണ്, ഇപ്പൊ ഈ കാര്യമാണ് കൂടുതൽ. അജിനോമോട്ടയാണ് മാഗിയിൽ കണ്ടുപിടിച്ചപ്പം ഇപ്പൊ എല്ലാ മാഗിയും അല്ലെങ്കിൽ എല്ലാ നൂഡിൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു സ്റ്റഡി നടത്തി. അപ്പൊ നമുക്ക് മനസ്സിലായി പ്രയോറിറ്റി അതാണ്. എല്ലാ നൂഡിൽസിനെ നമ്മൾ അല്ലെങ്കിൽ അജിനോമോട്ടോ അടങ്ങിയ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയുണ്ടോ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. അപ്പം പ്രയോറിറ്റി എന്തിന് എപ്പോൾ കൊടുക്കണം എന്നൊരു അഡ്വൈസ് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിക്കാണുള്ളത്. ഇനി ഐഡന്റിഫൈങ് പൊട്ടൻഷ്യൽ റിസ്ക്, എന്തെങ്കിലും തരത്തിലുള്ള റിസ്കോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പൊട്ടൻഷ്യൽ റിസ്ക് എന്താണെന്നുള്ളത് അഡ്വൈസ് ചെയ്യാനുള്ള അവകാശം, അഡ്വൈസ് ചെയ്യാനുള്ള അതോറിറ്റി ഇവർക്കുണ്ട്. അഡ്വൈസ് ചെയ്യാനുള്ള അവകാശം ഇവർക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഈ പൊട്ടൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്? നമുക്കറിയാം എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസോ ഏതെങ്കിലുമൊക്കെ അഡൾട്രൻസോ ഏതെങ്കിലും ഫുഡിലുണ്ടെന്ന് കരുതുക. അപ്പൊ ആ ഫോർ എക്സാമ്പിൾ അജിനോമോട്ടോയുടെ തന്നെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അപ്പൊ അത് ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ആണ് മനുഷ്യർക്ക് എന്ന് കണ്ടുപിടിക്കുമ്പോൾ അത് ഇവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക, എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ
ഇന്ന കാര്യം ഇന്ന ഫുഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് അൺഹെൽത്തി ആണ് എന്ന് ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നും കൂടി അനലൈസ് ചെയ്യൂ, നിങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കും. ഇങ്ങനെ അഡ്വൈസ് കൊടുക്കാം. അത് കൂടാതെ തന്നെ ഇവർ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് അഡോപ്റ്റ് ചെയ്തു എന്ന് കരുതുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ പറയാണ് എല്ലാ ആൾക്കാരോടും, നിങ്ങൾ ഫുഡിൽ ഇന്ന കാര്യം ആഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു സിസ്റ്റം പുതുതായിട്ട് കൊണ്ടുവന്നു കരുതുക. അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ അവർ ഓൾറെഡി റിസ്ക് അനാലിസിസും റിസ്ക് മാനേജ്മെന്റും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവരൊരു കാര്യം കൊണ്ടുവരിക. ഇത് കൂടാതെ ഇത് കൊണ്ടുവരുന്നത് വഴി എന്തൊക്കെ റിസ്ക് ഉണ്ടാകും എന്ന് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിക്ക് തോന്നുന്നുണ്ടോ, ആ റിസ്ക് എന്തൊക്കെയാണ്, പൊട്ടൻഷ്യൽ റിസ്ക് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഡ്വൈസ് കൊടുക്കാനും ആർക്ക് അവകാശമുണ്ട്? സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിക്ക് അവകാശമുണ്ട്. ബേസിക്കലി അഡ്വൈസ് ആണ് എനിത്തിങ് വിത്ത് റെസ്പെക്ട് ടു ഫുഡ്. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ പോലും അഡ്വൈസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി പൂളിംഗ് ഓഫ് നോളജ്, അതിന്റെ അർത്ഥം എന്താണ്? പൂളിംഗ് ഓഫ് നോളജ്. സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയിൽ നമുക്കറിയാം കുറെ റെപ്രസെന്റേറ്റീവുകളും അങ്ങനെ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ. ഇവർക്ക് എന്ത് ചെയ്യാം? പല പല സ്റ്റഡീസ് നടത്താം. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, ഫുഡിന്റെ എന്താ പറയാ എൻഫോഴ്സ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പല പല സ്റ്റഡി നടത്തി പല ആൾക്കാരെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നോളേജ് പൂൾ ചെയ്യാം ഇവരുടെ. അതായത് ഇവർക്ക് കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം പല മീൻസ് വഴി. ഈ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആർക്ക് അഡ്വൈസ് കൊടുക്കാം? ഫുഡ് അതോറിറ്റിക്ക് അഡ്വൈസ് കൊടുക്കാം. ആൻഡ് സച്ച് ഓഫ് ദ ഫങ്ഷൻസ് ആസ് മേ ബി സ്പെസിഫൈഡ് ബൈ ദി റെഗുലേഷൻസ്. കണ്ടോ, ബാക്കി ഇവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണോ നമുക്ക് എവിടെ പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഫുഡ് അതോറിറ്റി പാസ് ചെയ്തിട്ടുള്ള 2011 വന്നിട്ടുള്ള ഇവരുടെ റെഗുലേഷൻസിൽ നോക്കിയാലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ബാക്കി സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. അതായത് മിനിമൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്, മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് സെക്ഷൻ 12 നമുക്ക് ഇവിടെ വായിക്കാൻ പറ്റുക. ബാക്കി ഫുള്ള് കിടക്കുന്നത് എവിടെയാണ്? റെഗുലേഷനിലാണ് കിടക്കുന്നത് ബാക്കി ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇതാണ് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി. ഇത് കൂടാതെ ക്ലാസ് 3 ഇവിടെ മീറ്റിംഗ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു, കോമ്പോസിഷൻ എന്താണെന്ന് പറഞ്ഞു, ബാക്കി ഫംഗ്ഷൻസും റൂൾസും പവറും എന്തൊക്കെയാണെന്ന് നമുക്ക് റെഗുലേഷനിൽ പോയി നോക്കിയാൽ കാണാം നമ്മൾ പറഞ്ഞു. ഇനി ഇവർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതാണ് ക്ലാസ് 3 മീറ്റിംഗ്. അതനുസരിച്ച് സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ഷാൽ മീറ്റ് റെഗുലർലി at the invitation of the chairperson of the Central Advisory Committee or at the request of at least 1/3 of its members and not less than 3 times a year. സെക്ഷൻ കുറച്ച് ഒരുപാട് കാര്യങ്ങൾ, ചെറിയ സെന്റൻസ്, ഒരു 3 സെന്റൻസ് അല്ലെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം ഷാൽ മീറ്റ് ചെയ്യണം റെഗുലർ ആയിട്ടും. എപ്പോൾ? അറ്റ്ലീസ്റ്റ് 3 times a year. ഒന്നാമത്തെ കാര്യം അതാണ്. ഇവര് മിനിമം 3 തവണയെങ്കിലും 1 ഇയറിൽ മീറ്റ് ചെയ്യണം. 1 ഇയറിൽ ഇവര് മിനിമം 3 തവണ നിർബന്ധമായിട്ടും മീറ്റ് ചെയ്തിരിക്കണം. അതാണ് ഷാൽ മീറ്റ് റെഗുലർലി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ മുതൽ വായിച്ചാൽ മതി. ആൻഡ് നോട്ട് ലെസ് ദാൻ 3 times a year. 3 തവണയെങ്കിലും ഒരു വർഷം മിനിമം മീറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത് അവരെന്താ പറയണത്? മീറ്റിംഗ് നടത്തേണ്ടത് ആരുടെ ഇനിഷ്യേറ്റീവിലാണ്? ആരാണ് അതിന് ഇൻവിറ്റേഷൻ കൊടുക്കേണ്ടത്? ഇൻവിറ്റേഷൻ കൊടുക്കേണ്ടത് സിഇഒ ആണ്, അതായത് ചെയർപേഴ്സൺ ആണ്. ചെയർപേഴ്സൺ സിഇഒ ആണല്ലോ. അപ്പം ചെയർപേഴ്സൺ ഓഫ് ദി സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റി ആണ് പറയുന്നത്, ഇൻവൈറ്റ് ചെയ്യുന്നത് എല്ലാവരെയും, വരൂ മീറ്റിംഗ് ഇന്നാണ് ഒരു വർഷത്തിൽ 3 തവണ മീറ്റ് ചെയ്യണം. അപ്പൊ എപ്പോഴൊക്കെയാണ് മീറ്റിംഗ് എന്നുള്ളത് പുള്ളിയാണ് ഇൻവിറ്റേഷൻ കൊടുക്കുന്നത്. ഇന്ന ദിവസം നമ്മൾ മീറ്റിംഗ് ഫിക്സ് ചെയ്ത് നിങ്ങൾ എല്ലാവരും വരിക. ചെയർപേഴ്സൺ ആണ്, ചെയർപേഴ്സൺ സിഇഒ ഓഫ് ദി ഫുഡ് അതോറിറ്റിയാണ്, പുള്ളിയാണ് ഇൻവിറ്റേഷൻ കൊടുക്കുക. നമ്മൾ അവിടെ ഫുഡ് അതോറിറ്റിയുടെ കാര്യം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു മീറ്റിംഗ് വിളിക്കാനുള്ള അവകാശം അവിടെ ആർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? ചെയർപേഴ്സണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെയും ചെയർപേഴ്സൺ അധികാരമുണ്ട്, പക്ഷെ ചെയർപേഴ്സണ് മാത്രമല്ല അധികാരം ഉള്ളത്, അത് കൂടാതെ മെമ്പേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. റിക്വസ്റ്റ് ഓഫ് എത്ര പേര് വേണം? നോട്ട് ലെസ് ദാൻ 1/3 മെമ്പേഴ്സ്. 1/3 മെമ്പേഴ്സ്, 1/3 മെമ്പേഴ്സിൽ താഴെ അല്ലാത്ത മെമ്പേഴ്സ് എന്ത് ചെയ്യാണ്? റിക്വസ്റ്റ് ചെയ്യാണ് മീറ്റിംഗ് ആവശ്യമാണ് എന്നൊരു റിക്വസ്റ്റ് അവർ മുൻപോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? മീറ്റിംഗ് വിളിക്കാനായിട്ട് സാധിക്കും. അവിടെ ഇങ്ങനൊരു പ്രൊവിഷൻ ഇല്ല. ഫുഡ് അതോറിറ്റിയുടെ കാര്യത്തിൽ ചെയർപേഴ്സണ് മാത്രമാണ് മീറ്റിംഗ് വിളിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ചെയർപേഴ്സണ് മീറ്റിംഗ് വിളിക്കാം. അതുകൂടാതെ 1/3 കൂടുതൽ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുകയാണ് നമുക്ക് മീറ്റിംഗ് ആവശ്യമുണ്ട് എന്ന് ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് മീറ്റിംഗ് വേണം എന്നൊരു റിക്വസ്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മീറ്റിംഗ് വിളിക്കാം. നിർബന്ധമായിട്ട് പക്ഷെ ഇവർ വർഷത്തിൽ 3 തവണ മീറ്റ് ചെയ്തിരിക്കണം. നോട്ട് ലെസ് ദാൻ 3 times. 3-ൽ താഴെ അല്ലാതെ 3-ൽ കൂടുതൽ എത്ര വേണമെങ്കിലും മീറ്റ് ചെയ്യാം. ബട്ട് മിനിമം 3 തവണയെങ്കിലും എന്ത് ചെയ്തിരിക്കണം? മീറ്റ് ചെയ്തിരിക്കണം. അതാണ് മീറ്റിംഗ്. അപ്പൊ ഇതാണ് സെക്ഷൻ 11-ഉം 12-ഉം ആണ് നമ്മൾ എന്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിനെ കുറിച്ച് പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് ബോഡി അണ്ടർ ദി ഫുഡ് അതോറിറ്റി ആക്ട്, അതെന്താണ്? സെക്ഷൻ 13 സയന്റിഫിക് പാനലുകൾ ആണ്. അപ്പൊ എന്താണ് ഈ സയന്റിഫിക് പാനലുകൾ എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സയന്റിഫിക് പാനൽ എന്ന് പറയുന്നത് സെക്ഷൻ 13-ലാണ് പറയുന്നത്. അതനുസരിച്ച് ഫുഡ് അതോറിറ്റി, പിന്നെ ഫുഡ് അതോറിറ്റിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സയന്റിഫിക് പാനലിനെ
which shall consist of independent scientific expert. എപ്പോഴും ഓർത്തിരിക്കുക, ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ നിർബന്ധമാണ്. എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഇവിടെ എല്ലാ നോട്ടിഫിക്കേഷൻ വഴി തന്നെ ആയിരിക്കും എസ്റ്റാബ്ലിഷ്മെന്റ്. അതുകൊണ്ട് സ്പെസിഫിക്കലി ഓർക്കേണ്ട കാര്യമില്ല. ആര് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുക. ഇവിടെയും ആര് തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഫുഡ് അതോറിറ്റി തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫുഡ് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് സയന്റിഫിക് പാനലിനെ. അതിനകത്ത് ആരായിരിക്കും ഉണ്ടായിരിക്കുക? ഇൻഡിപെൻഡന്റ് സയന്റിഫിക് എക്സ്പേർട്ടുകൾ. സയന്റിഫിക് പാനൽ എന്ന് പറയുമ്പോഴേ അറിയാം, സയന്റിഫിക് എക്സ്പേർട്ടുകളായിരിക്കും ആ ബോഡിയിൽ ഉണ്ടായിരിക്കുക. The scientific panel shall invite relevant industry and consumer representative in its deliberations. സയന്റിഫിക് എക്സ്പേർട്ടുകളാണ് അതിൽ ഉണ്ടെങ്കിൽ പോലും ഈ പാനലിൽ ഇരിക്കുന്ന സയന്റിഫിക് എക്സ്പേർട്ടുകൾക്ക് തോന്നുകയാണ് അവരുടെ ആ മീറ്റിംഗിൽ ആരുടെ ആവശ്യമുണ്ട്, എന്തെങ്കിലും രീതിയിൽ ഇൻഡസ്ട്രി ആയിട്ടോ കൺസ്യൂമർ റെപ്രസെന്റേറ്റീവ്സോ ഏതെങ്കിലും ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആരുടെയെങ്കിലും അല്ലെങ്കിൽ കൺസ്യൂമർ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആരുടെയെങ്കിലോ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര പേരാണെന്നോ എങ്ങനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നില്ല. സയന്റിഫിക് എക്സ്പേർട്ട് ആണുള്ളത്, ഫുഡ് അതോറിറ്റിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അത്രേ പറയുന്നുള്ളൂ. ഈ സയന്റിഫിക് എക്സ്പേർട്ടിന് ഡെലിബറേഷൻസിൽ ആരെ വിളിക്കാനുള്ള അവകാശമുണ്ട്? കൺസ്യൂമറിനെയോ അല്ലെങ്കിൽ ഫുഡിനെയോ റെപ്രസെന്റ് ചെയ്യുന്ന റെപ്രസെന്റേറ്റീവുകളെ വിളിച്ച് ഡെലിബറേഷൻസിൽ ഏർപ്പെടുത്താനുള്ള അവകാശമുണ്ട്. ദി ഫുഡ് അതോറിറ്റി മേ ഫ്രം ടൈം ടു ടൈം reconstitute scientific panel by adding new members or by omitting the existing members or by changing the name of the panel as may be necessary. സയന്റിഫിക് പാനലിനെ എപ്പോൾ വേണമെങ്കിലും റീഓർഗനൈസ് ചെയ്യാം ഫുഡ് അതോറിറ്റിക്ക്. അവർക്ക് തോന്നുമ്പോൾ അവരെന്ത് ചെയ്യും? മെമ്പേഴ്സിനെ മാറ്റും, പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യും, വേണമെങ്കിൽ പേര് തന്നെ മാറ്റിക്കളഞ്ഞ് വേറെ ഒരു പാനലാക്കി തന്നെ ഇതിനെ മാറ്റും. സയന്റിഫിക് പാനൽ എന്ന് പറയുന്നത് ഒരു ഫ്ലക്ച്വേറ്റിംഗ് ബോഡിയാണ്. നമുക്ക് ഇത്ര വർഷം ഇന്ന ആൾ അവിടെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും മാറ്റാം, എപ്പോൾ വേണമെങ്കിലും പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം, പേര് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും. അതായത് പാനൽ തന്നെ പുതിയൊരു പാനലാക്കി മാറ്റാനുള്ള അവകാശം ഫുഡ് അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വൈഡ് പവേഴ്സ് ആണ് ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൻ 13 ഫുഡ് അതോറിറ്റിക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി without prejudice to the provisions of subsection 1, food authority may establish as many scientific panels as it considers necessary in addition to the panels on. ഈ സയന്റിഫിക് പാനൽ എന്ന് പറയുന്ന ബോഡിയിൽ താഴെ പറയുന്ന ചെറിയ ബോഡീസ് ഉണ്ടായിരിക്കും. അതായത് സയന്റിഫിക് പാനൽ എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന ബോഡീസിന്റെ ഒരു കളക്ഷൻ ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സബ്സെക്ഷൻ 1 എന്താ പറയുന്നത്? സയന്റിഫിക് പാനൽ എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നാണ് പറയുന്നത്. സയന്റിഫിക് പാനലിന് ഇത്രയും ബോഡീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് കൂടാതെ തന്നെ വേണമെങ്കിൽ എന്താ പറയാ, എത്ര ബോഡീസിനെ വേണമെങ്കിലും സയന്റിഫിക് പാനലിലേക്ക് ആഡ് ചെയ്യാനുള്ള അവകാശം ഫുഡ് അതോറിറ്റിക്ക് ഉണ്ടാവും. വിത്തൗട്ട് പ്രിജുഡൈസ് ടു എന്ന് പറയുന്നതിന് സെയിം മീനിങ് ആണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ്ങിന്റെ അതേ മീനിങ് തന്നെയാണ് വിത്തൗട്ട് പ്രിജുഡൈസ് ടുവിനും ഉള്ളത്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റൊന്നും നോക്കാതെ. ഇവിടെ അത് തന്നെയാണ് വിത്തൗട്ട് പ്രിജുഡൈസ് ടു. മറ്റൊരു സെക്ഷൻസിന് പ്രിജുഡൈഷ്യൽ ആകാതെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്താണ്? ഫുഡ് അതോറിറ്റിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം എത്ര സയന്റിഫിക് പാനൽസിനെ വേണമെങ്കിലും ആസ് ഇറ്റ് കൺസിഡേഴ്സ് നെസസറി ഇൻ അഡീഷൻ ടു ദ പാനൽസ് ഓൺ. താഴെ പറയുന്ന പാനൽസ് കൂടാതെ എന്തൊക്കെയാണ് താഴെ പറയുന്നത്? ഫുഡ് അഡിക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടും ഫുഡ് അഡിക്റ്റീവ്സ്, ഫ്ലേവറിംഗ്, പ്രോസസിംഗ് എയ്ഡ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ കോൺടാക്ട് വിത്ത് ഫുഡ്. ഫുഡിൽ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ബേസിക്കലി അതുമായിട്ട് ബന്ധപ്പെട്ട് പാനൽ ക്രിയേറ്റ് ചെയ്യാം. അതുകൂടാതെ പെസ്റ്റിസൈഡ്സ് ആൻഡ് ആന്റിബയോട്ടിക് റെസിഡ്യൂസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാനൽ ക്രിയേറ്റ് ചെയ്യാം. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ആൻഡ് ഫുഡ് അതിനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം പാനൽ ക്രിയേറ്റ് ചെയ്യാം. ഫങ്ഷണൽ ഫുഡ്സ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഡയറ്റിക് പ്രോഡക്ട്സ് ആൻഡ് അതർ സിമിലർ പ്രോഡക്ട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാനൽ സ്റ്റാർട്ട് ചെയ്യാം. ബയോളജിക്കൽ ഹസാർഡ്, കണ്ടാമിനൻസ് ഇൻ ദ ഫുഡ് ചെയിൻ, ലേബലിംഗ് ആൻഡ് മെത്തേഡ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാനൽസ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാനൽ ഉണ്ടാക്കാനുള്ള അവകാശം ഉള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ ആരൊക്കെയാണ് പാനൽ ഉള്ളതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ അപ്പോയിന്റ് ചെയ്യുന്നതോ ഇതൊന്നും പറയാത്തതും. കൂടാതെ അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എപ്പോ വേണമെങ്കിലും ആൾക്കാരെ മാറ്റാം. അതായത് ഇതിൽ ഏത് പാനലാണ് അപ്പൊ ആവശ്യം. ഇപ്പൊ നമ്മളൊരു ഫുഡ് പ്രോബ്ലം ഫേസ് ചെയ്യാണെന്ന് കരുതുക, ഫുഡിൽ അഡിക്റ്റീവ്സ് ആഡ് ചെയ്യുന്നതാണ് നമ്മളുടെ പ്രധാന പ്രശ്നം എന്ന് കരുതുക. അപ്പൊ നമ്മൾ ഏത് പാനലിലേക്ക് കൊണ്ടുവരും? ഈ പാനലിൽ ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയുന്ന പാനൽ സയന്റിഫിക് പാനലായിട്ട് നിയമിക്കും. അപ്പൊ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ആൾക്കാർ ചിലപ്പം എന്താ പറയാ ലേബലിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരായിരിക്കും ഇപ്പൊ സയന്റിഫിക് പാനലിൽ ഇരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന പ്രോബ്ലം ലേബലിംഗ് ആയിരുന്നു. അപ്പൊ ലേബലിംഗുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇപ്പൊ സയന്റിഫിക് പാനലായിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പുതിയൊരു പ്രോബ്ലം വന്നു, ഫുഡ് അഡിക്റ്റീവ്സിന്റെ പ്രോബ്ലം വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ലേബലിംഗിലുള്ള ആൾക്കാരെ എല്ലാം മാറ്റിയിട്ട് ഫുഡ് അഡിക്റ്റീവ്സിൽ സയന്റിഫിക് എക്സ്പേർട്ടുകളെ നമ്മൾ എന്താ പറയാ സയന്റിഫിക് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇവരാണ് ഇനി അപ്പൊ സയന്റിഫിക് പാനലാണ്. ഈ സയന്റിഫിക് പാനലിൽ ഇപ്പൊ ഇരിക്കുന്നത് ഫുഡ് അഡിക്റ്റീവ്സിന്റെ ആൾക്കാരാണ്. അങ്ങനെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ആൾക്കാരെ ഈ പറയുന്ന താഴെ പറയുന്ന ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരെ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ഇത് കൂടാതെ തന്നെ വേറെ ഏതെങ്കിലും കാറ്റഗറിയിലുള്ള ആൾക്കാരെ വേണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും അവസരത്തിൽ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരെയും ആഡ് ചെയ്യാം. അപ്പൊ ഇതാണ് സയന്റിഫിക് പാനൽ സെക്ഷൻ 13. ഇനി സയന്റിഫിക് പാനലും ഉണ്ട്, സയന്റിഫിക് കമ്മിറ്റിയും ഉണ്ട്. തിരിഞ്ഞു പോയത് സയന്റിഫിക് പാനൽ എന്ന് പറയുന്നത് ഒരു ഫ്ലക്ച്വേറ്റിംഗ് ബോഡിയാണ്.
കുറച്ച് കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. ആ കാറ്റഗറിയുടെ ആൾക്കാരെ ടൈം ആസ് ഇറ്റ് കൺസിഡേഴ്സ് നെസസറി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഫുഡ് അതോറിറ്റി മാറ്റി മറിച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻഡിപെൻഡന്റ് സയന്റിഫിക് എക്സ്പേർട്ടുകളാണ് അതിനകത്തുള്ളത്. അത് 13 ആണ്. 14 നമ്മൾ പറയുന്നത് സയന്റിഫിക് കമ്മിറ്റിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഈ സയന്റിഫിക് കമ്മിറ്റി? ദ ഫുഡ് അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം സയന്റിഫിക് കമ്മിറ്റിയാണ്. ഇവിടെയും ആര് തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഫുഡ് അതോറിറ്റി തന്നെയാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഫുഡ് അതോറിറ്റി തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സയന്റിഫിക് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഫുഡ് അതോറിറ്റി തന്നെയാണ്. ഫുഡ് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരിക്കും? ചെയർപേഴ്സൺസ് ഓഫ് ദി സയന്റിഫിക് പാനൽ ആൻഡ് 6 ഇൻഡിപെൻഡന്റ് സയന്റിഫിക് എക്സ്പേർട്ട് നോട്ട് ബിലോങ്ങിങ് ഓർ അഫിലിയേറ്റഡ് ടു എനി സയന്റിഫിക് പാനൽ. അപ്പൊ ഇരിക്കുന്ന സയന്റിഫിക് പാനൽ ആരാണോ ആ സയന്റിഫിക് പാനലിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നമ്മൾ അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തി നമ്മൾ പിടിച്ച് ഇതിന്റെ ആരാക്കി മാറ്റും. ഇതിനകത്തും ചെയർപേഴ്സൺ ആയിട്ട് വിച്ച് ഷാൽ കൺസിസ്റ്റ് ഓഫ് ചെയർപേഴ്സൺസ് ഓഫ് ദി സയന്റിഫിക് പാനൽസ്. സയന്റിഫിക് പാനൽസിന്റെ ചെയർപേഴ്സൺസ് ആണ് ഇതിനകത്ത് ആദ്യം ഉണ്ടായിരിക്കുന്ന മെമ്പേഴ്സ്. അത് കൂടാതെ തന്നെ മറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സയന്റിഫിക് എക്സ്പേർട്ടുകൾ ഉണ്ടായിരിക്കും, നോട്ട് ബിലോങ്ങിങ് ടു ഓർ അഫിലിയേറ്റഡ് ടു എനി ഓഫ് ദി സയന്റിഫിക് പാനൽ. ഒരു സയന്റിഫിക് പാനലിലും ഇല്ലാത്ത, അതായത് നമ്മൾ അവിടെ കുറെ സയന്റിഫിക് പാനൽസ് പറഞ്ഞല്ലോ, ഇതിൽ ഏതെങ്കിലും ആകാം, ഫുഡ് അഡിക്റ്റീവ്സ് ആകാം, പ്രിസർവേറ്റീവ്സ് ആകാം, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ പെസ്റ്റിസൈഡ്സുമായിട്ട് ബന്ധപ്പെട്ടാകാം, അങ്ങനെ ജനറ്റിക്കലി മൈക്രോ ഓർഗാനിസംസുമായിട്ട് ബന്ധപ്പെട്ടാകാം, അങ്ങനെ കുറെ പാനൽസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ പാനൽസിന്റെ ഒക്കെ ചെയർപേഴ്സൺ ആരാണോ അവര് മെമ്പേഴ്സ് ആയിട്ട് ഈ സയന്റിഫിക് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. അത് കൂടാതെ ഈ പാനൽസിൽ ഒന്നും വരാത്ത എക്സ്പേർട്ടുകൾ, അതായത് ഈ പാനൽസിൽ ഇപ്പം ഇൻഡിപെൻഡന്റ് മെമ്പേഴ്സ് ആയിട്ട് ഇരിക്കാത്ത എക്സ്പേർട്ടുകൾ ആരൊക്കെയാണോ ആ സയന്റിഫിക് എക്സ്പേർട്ടുകളെല്ലാം ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് ഉണ്ടായിരിക്കും. ഇനി ദ സയന്റിഫിക് കമ്മിറ്റി ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിംഗ് ദ സയന്റിഫിക് ഒപ്പീനിയൻസ് ടു ദി ഫുഡ് അതോറിറ്റി ആൻഡ് ഷാൽ ഹാവ് പവേഴ്സ് ഫോർ ഓർഗനൈസിംഗ് പബ്ലിക് ഹിയറിംഗ്സ്. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്താണ്? ഇവരെന്ത് ചെയ്യേണ്ടത്? ഒപ്പീനിയൻസ്, സയന്റിഫിക് ഒപ്പീനിയൻസ് കൊടുക്കുക. അവിടെ അഡ്വൈസ് കൊടുക്കാനാണ്. ഇവിടെ ഒപ്പീനിയൻസ് പറഞ്ഞു കൊടുക്കുക ഫുഡ് അതോറിറ്റിക്ക്. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? സയന്റിഫിക് കമ്മിറ്റി അവര് ഫുഡ് അതോറിറ്റിക്കുള്ള ഈ അവരുടെ മേഖലയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പാനലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും വർക്ക് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി ആ പാനലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒക്കെ പുതിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിലോ. അപ്പൊ ഇങ്ങനെ ഒപ്പീനിയൻസ് എടുത്ത് സയന്റിഫിക് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ജോലി ഇങ്ങനെ ഒപ്പീനിയൻസ് ഫുഡ് അതോറിറ്റിയിലേക്ക് എത്തിക്കുക, സയൻസ് റിലേറ്റഡ് ഒപ്പീനിയൻസ് ഫുഡ് അതോറിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് എന്തിനുള്ള ഒരു സ്പെഷ്യൽ പവർ കൊടുത്തിട്ടുണ്ട്? പബ്ലിക് ഹിയറിംഗ്സ് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇവർക്ക് അവർക്കിടയിലുള്ള മീറ്റിങ്ങുകൾക്ക് പുറമെ തന്നെ പബ്ലിക് ഹിയറിംഗ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. ഇനി സയന്റിഫിക് കമ്മിറ്റി ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ ജനറൽ കോർഡിനേഷൻ necessary to ensure consistency of the scientific opinion procedure and in particular with regard to the adoption of working procedures and harmonization of working methods of the scientific panels. ഇതാണ് സയന്റിഫിക് കമ്മിറ്റിയുടെ എന്തെന്ന് പറയുന്നത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ മേളിൽ പവർ ആണ് പറഞ്ഞത്. അവരുടെ പവർ എന്താണ്? ഒപ്പീനിയൻ കൊടുക്കുക, അതുപോലെ തന്നെ പബ്ലിക് ഹിയറിംഗ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? മെയിൻലി ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജനറൽ കോർഡിനേഷൻ ആണ്. എന്ത് എൻഷുർ ചെയ്യാനായിട്ട്? സയന്റിഫിക് ഒപ്പീനിയൻ പ്രൊസീജിയറിന് കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യുക. അതായത് നമ്മളൊരു സയന്റിഫിക് പ്രൊസീജിയർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രൊസീജിയർ കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് എന്ത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് ജനറലി കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സയന്റിഫിക് കമ്മിറ്റിയുടെ ജോലി. ഒപ്പീനിയൻസ് കൊടുക്കുക, സയന്റിഫിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനൊക്കെ കോർഡിനേഷൻ ചെയ്യുക, അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് സയന്റിഫിക് കമ്മിറ്റിയുടെ ജോലി. ആൻഡ് ഇൻ പെർട്ടിക്കുലർ വിത്ത് റിഗാർഡ് ടു അഡോപ്ഷൻ ഓഫ് വർക്കിംഗ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഹാർമോണൈസേഷൻ ഓഫ് വർക്കിംഗ് മെത്തേഡ്സ് ഓഫ് ദി സയന്റിഫിക് പാനൽസ്. ഇവരാണ് ആരെ റെഗുലേറ്റ് ചെയ്യുക? സയന്റിഫിക് പാനലിനെ റെഗുലേറ്റ് ചെയ്യുക. സയന്റിഫിക് പാനൽ എങ്ങനെ വർക്ക് ചെയ്യണം, അവരുടെ വർക്ക് എങ്ങനെയാണ്? കുറെ പാനൽസ് ഉണ്ടല്ലോ സയന്റിഫിക് പാനലിൽ, കുറെ ആൾക്കാരെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാമല്ലോ ആവശ്യത്തിനനുസരിച്ച്. അപ്പൊ ഈ വ്യക്തികളൊക്കെ എങ്ങനെയാണ് ഹാർമോണൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഈ വ്യക്തികളൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണം, ഇവരുടെ ഒരു റെഗുലേഷൻ മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? സയന്റിഫിക് കമ്മിറ്റിയാണ്. അപ്പൊ സയന്റിഫിക് പാനൽ എന്ന് പറയുന്നത് സയന്റിഫിക് കമ്മിറ്റിയുടെ ഒരു സബോർഡിനേറ്റ് ഓർഗനൈസേഷൻ പോലെയാണ്. സയന്റിഫിക് കമ്മിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിനകത്തുള്ളതും. അത് കൂടാതെ കുറച്ച് എക്സ്പെർട്ടുകൾ ഉണ്ട്. ഈ സയന്റിഫിക് പാനലിന്റെ വർക്കിംഗ് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സയന്റിഫിക് കമ്മിറ്റിയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി ഇതാണ്. അതിനോടൊപ്പം തന്നെ ജനറലി സയന്റിഫിക് പ്രോഗ്രാം, സയന്റിഫിക് മെത്തേഡ്സ് നമ്മൾ എന്തൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടോ അതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകുന്നത്, അതൊന്ന് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ജോലിയാണ്. അതിനോടൊപ്പം തന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഫുഡ് അതോറിറ്റിക്ക് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇവരുടെ ജോലി. ഇനി the scientific committee shall provide opinion on multi-sectoral issues falling within the competence of more than one scientific panel and on issues do not fall within the competency of any of the scientific panel. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സയന്റിഫിക് പാനലിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു. സയന്റിഫിക് പാനൽ സെക്ഷൻ 13 അനുസരിച്ച് നമ്മൾ ഒരു പാനലിനെ അപ്പോയിന്റ് ചെയ്തിട്ടാണ് പെസ്റ്റിസൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡീൽ ചെയ്യാനുണ്ട്.
അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലായി വേറൊരു പ്രശ്നം കൂടി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ സയന്റിഫിക് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം, മൾട്ടി ആയിട്ടുള്ള, അതായത് മൾട്ടി സെക്ടോറൽ ഇഷ്യൂസ് ആണ്, പല പല സയന്റിഫിക് പാനലിന്റെ കോമ്പിറ്റൻസിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇത് എന്താ പറയാ, അഡിക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്, പെസ്റ്റിസൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. രണ്ട് പാനലാണ് ഇപ്പൊ രണ്ടായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാനൽ അഡിക്റ്റീവ്സിന് വേണ്ടി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു, അവർ അഡിക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് പെസ്റ്റിസൈഡ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിന് അഡ്വൈസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പാനൽ. അപ്പൊ ഈ രണ്ട് പാനലിനെയും രണ്ട് സെറ്റ് ഓഫ് പാനൽസ് ആണല്ലോ. ഈ രണ്ട് പാനലിലും വരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് പാനലിലും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് ഒപ്പീനിയൻ കൊടുക്കാനുള്ള അവകാശം സയന്റിഫിക് കമ്മിറ്റിക്ക് ഉണ്ടാവും. സയന്റിഫിക് കമ്മിറ്റിക്ക് മൾട്ടി സെക്ടോറിയൽ സയന്റിഫിക് പാനലിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ പോലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഒപ്പീനിയൻ കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഒരു പാനലിലും വരുന്നില്ല, അതായത് ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട സയന്റിഫിക് പാനൽ ഫുഡ് അതോറിറ്റി സെറ്റപ്പ് ചെയ്തിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയുള്ള ഒരു സയന്റിഫിക് പ്രോബ്ലം ആണെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്, സയന്റിഫിക് പാനലുണ്ട്, സയന്റിഫിക് കമ്മിറ്റിക്ക് ഉണ്ട്. അപ്പൊ സയന്റിഫിക് പാനൽ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സയന്റിഫിക് പാനലിന്റെ കോമ്പിറ്റൻസിയിൽ വരുന്ന കാര്യമാണെങ്കിലോ ഇതിലൊക്കെ ഒപ്പീനിയൻ കൊടുക്കാനുള്ള അവകാശം ആർക്കുണ്ട്, സയന്റിഫിക് കമ്മിറ്റിക്ക് ഉണ്ട്. ഇനി wherever necessary and particularly in the case of subject which do not fall within the competency of any of the scientific panel, കോമ്പിറ്റൻസിൽ ഉണ്ടെങ്കിൽ ഓൾറെഡി കൊടുക്കാം, മൾട്ടി സെക്ടറൽ ആണെങ്കിൽ പോലും കൊടുക്കാം. കോമ്പിറ്റൻസിൽ ഇല്ലെങ്കിലും കൊടുക്കാം നമ്മൾ പറഞ്ഞു. ഇനി കോമ്പിറ്റൻസിൽ ഇല്ലാത്തൊരു കാര്യത്തിനാണ് കൊടുക്കുന്നതെങ്കിലോ, the scientific committee shall set up a working groups and in such cases it shall draw the expertise of those working groups by establishing scientific opinions. കോമ്പിറ്റൻസിൽ ഇല്ലാത്ത, അതായത് ഇതുവരെ സയന്റിഫിക് പാനൽ ഇല്ലാത്ത ഒരു പെർട്ടിക്കുലർ വിഷയത്തിലാണ് ഇവർ ഒപ്പീനിയൻ കൊടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർ ഒപ്പീനിയൻ കൊടുക്കുന്നതിന് മുന്നേ അവർ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, വർക്കിംഗ് ഗ്രൂപ്പുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. വർക്കിംഗ് ഗ്രൂപ്പ് മീൻസ് ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് എക്സ്പെർട്ട് ആയിരിക്കാം. ഈ മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട പുതിയ മാറ്റർ എന്താണോ ആ പുതിയ മാറ്ററിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, സയന്റിഫിക് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിയെ അപ്പോയിന്റ് ചെയ്ത്, അങ്ങനെ കുറച്ച് വ്യക്തികളെ അപ്പോയിന്റ് ചെയ്ത് ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് ആ ഗ്രൂപ്പിന്റെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമായിരിക്കണം സയന്റിഫിക് കമ്മിറ്റി എന്ത് ചെയ്യാൻ പോകുന്നത്, ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒപ്പീനിയൻ ഫുഡ് അതോറിറ്റി കൊടുക്കേണ്ടത്. അപ്പൊ ഇതാണ് ഇവരുടെ ഒരു ജോലി. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഔട്ട് ഓഫ് കോമ്പിറ്റൻസി, അതായത് ഇതുവരെ സയന്റിഫിക് പാനൽ ഇല്ലാത്ത ഒരു മാറ്ററിൽ ഒപ്പീനിയൻ കൊടുക്കണമെങ്കിൽ സയന്റിഫിക് കമ്മിറ്റി എന്ത് സെറ്റ് ചെയ്യണം, വർക്കിംഗ് ഗ്രൂപ്പുകളെ സെറ്റ് ചെയ്യണം. അവരുടെ എക്സ്പെർട്ടൈസ് എടുത്തതിന് ശേഷം മാത്രമായിരിക്കും എന്ത് കൊടുക്കാൻ പറ്റുക, സയന്റിഫിക് ഒപ്പീനിയൻ കൊടുക്കാനായിട്ട് സാധിക്കാം. സയന്റിഫിക് പാനലും സയന്റിഫിക് കമ്മിറ്റിയും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പാനൽ തന്നെയാണ് ആക്ച്വലി, പാനലിലുള്ള മെമ്പേഴ്സ് തന്നെയാണ് കമ്മിറ്റി ആയിട്ട് മാറുക. ഈ കമ്മിറ്റി ആയിരിക്കും പാനലിനെ ഓവർസീ ചെയ്യുക, പാനലിന്റെ ഫംഗ്ഷൻസ് ഓവർസീ ചെയ്യുക. ഈ പാനൽ പറഞ്ഞ് എന്താ ചെയ്യുക, അവരുടെ ഫംഗ്ഷൻസ് ഒക്കെ ഓവർസീ ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒപ്പീനിയൻ എടുത്ത് ഫുഡ് അതോറിറ്റിക്ക് ഒപ്പീനിയൻസ് കൈമാറുക എന്നൊരു ജോലിയാണ് ആർക്കുള്ളത്, സയന്റിഫിക് കമ്മിറ്റിക്കുള്ളത്. സയന്റിഫിക് കമ്മിറ്റി എന്ന് പറയുന്നത് ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സയന്റിഫിക് പ്രൊസീജിയർ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നത് സയന്റിഫിക് കമ്മിറ്റിയാണ്. ഈ ഒന്നിൽ കൂടുതൽ സയന്റിഫിക് പാനലിന്റെ അധീനതയിൽ വരുന്ന കാര്യങ്ങളിൽ പോലും ഒപ്പീനിയൻ പറയാനായിട്ട് സയന്റിഫിക് കമ്മിറ്റിക്ക് സാധിക്കും. ഈ ഒരു പാനലും ഇല്ലാത്ത മാറ്റർ ആണെങ്കിൽ പോലും സയന്റിഫിക് കമ്മിറ്റിക്ക് സെൻട്രൽ ഗവൺമെന്റ് ഫുഡ് അതോറിറ്റിക്ക് ഒപ്പീനിയൻ കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു പാനൽ പോലും ഇല്ലാത്ത ഒരു മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫുഡ് അതോറിറ്റിക്ക് സയന്റിഫിക് കമ്മിറ്റി ഒപ്പീനിയൻ കൊടുക്കുന്നതെങ്കിൽ സയന്റിഫിക് കമ്മിറ്റി അത്തരം ഒപ്പീനിയൻ കൊടുക്കുന്നതിന് മുന്നേ വർക്കിംഗ് ഗ്രൂപ്പുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ മാറ്റർ ഏതാണോ ആ പുതിയ മാറ്റർ, ആ മാറ്ററിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് ഒരു വർക്കിംഗ് ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരുമായിട്ട് വർക്ക് ചെയ്തതിനു ശേഷം മാത്രമേ ഒപ്പീനിയൻ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് ഒരു ജിസ്റ്റ് സയന്റിഫിക് കമ്മിറ്റിയുടെയും സയന്റിഫിക് പാനലിന്റെയും. ഇനി നമ്മൾ പറയുന്നത് അപ്പോയിന്റ്മെന്റ് ആൻഡ് ടേംസ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി സയന്റിഫിക് PSNL ആൻഡ് സയന്റിഫിക് പാനൽ ആൻഡ് കമ്മിറ്റി. ഓക്കെ, നമ്മൾ സയന്റിഫിക് കമ്മിറ്റിയും സയന്റിഫിക് പാനലും എന്താണെന്ന് പഠിച്ചു. ഇത് പാനലാണ് കേട്ടോ. സയന്റിഫിക് പാനലും സയന്റിഫിക് കമ്മിറ്റിയും എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ സയന്റിഫിക് പാനലിന്റെയും സയന്റിഫിക് കമ്മിറ്റിയിലെ മെമ്പേഴ്സിന്റെ അപ്പോയിന്റ്മെന്റും അവരുടെ ടേമും ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് അപ്പോയിന്റ്മെന്റ് ആണ്. ദി മെമ്പേഴ്സ് ഓഫ് ദി സയന്റിഫിക് കമ്മിറ്റി who are not members of the scientific panel and the members of the scientific panel shall be appointed by the food authority for a period of 3 years. അപ്പം ഫുഡ് അതോറിറ്റിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. എത്ര വർഷത്തേക്കാണ്? 3 ഇയേഴ്സിലേക്കാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് പറഞ്ഞു. മെമ്പേഴ്സ് ഓഫ് ദി സയന്റിഫിക് കമ്മിറ്റി ഹു ആർ നോട്ട് മെമ്പേഴ്സ് ഓഫ് ദി സയന്റിഫിക് പാനൽ, സയന്റിഫിക് പാനലിലുള്ള മെമ്പേഴ്സ് ആണ് സയന്റിഫിക് കമ്മിറ്റിയിലുള്ളതെന്ന് പറഞ്ഞു. നമ്മൾ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സയന്റിഫിക് പാനലിലുള്ള ചെയർപേഴ്സൺസ് എല്ലാം ആയിരിക്കും സയന്റിഫിക് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുക. അത് കൂടാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മറ്റെന്തെങ്കിലും ആൾക്കാർ വേണമെങ്കിലും സയന്റിഫിക് കമ്മിറ്റിയിൽ ആഡ് ചെയ്യാം നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ മെമ്പേഴ്സ് ഓഫ് ദി സയന്റിഫിക് കമ്മിറ്റി
who are members of the scientific panels also. രണ്ടിലും ഒരുമിച്ച് മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആൻഡ് ദി മെമ്പേഴ്സ് ഓഫ് ദി സയന്റിഫിക് പാനൽ, മറ്റു മെമ്പേഴ്സ് സയന്റിഫിക് പാനലിലെ മറ്റു മെമ്പേഴ്സും, അതായത് സയന്റിഫിക് പാനലിന്റെ ചെയർപേഴ്സൺസ് ആണ് സയന്റിഫിക് കമ്മിറ്റിയിലുള്ളത്. ഇത് കൂടാതെ സയന്റിഫിക് കമ്മിറ്റിയിൽ മറ്റധികം വേറെ മെമ്പേഴ്സും ഉണ്ട്. ഇനി സയന്റിഫിക് പാനലിലെ ചെയർപേഴ്സൺസ് മാത്രമല്ല, സയന്റിഫിക് പാനലിൽ എന്തുണ്ട്, മറ്റു മെമ്പേഴ്സ് ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞു റെപ്രസെന്റേറ്റീവ്സിന് ഉണ്ടായിരിക്കണം, 2 റെപ്രസെന്റേറ്റീവ് ഈച്ച് ഫ്രം ഓരോന്നിനും എടുക്കണം നമ്മൾ പറഞ്ഞു. മറ്റു മെമ്പേഴ്സും ഉണ്ട്. ഈ സയന്റിഫിക് പാനലിലും സയന്റിഫിക് കമ്മിറ്റിയിലും കോമൺ ആയിട്ടുള്ള ഈ മെമ്പേഴ്സും അതുപോലെ തന്നെ മറ്റ് മെമ്പേഴ്സ് ഓഫ് സയന്റിഫിക് പാനലും, ഇവരെ രണ്ടുപേരെ അപ്പോയിന്റ് ചെയ്യുന്നത് ഫുഡ് അതോറിറ്റി ആണ് ഫോർ എ പീരീഡ് ഓഫ് 3 years. ഇനി scientific committee and the scientific panel shall each choose a chairperson from amongst their members. ആരാണ് ചെയർപേഴ്സൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇവർ ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നത്? പാനൽ ആണെങ്കിലും ശരി കമ്മിറ്റി ആണെങ്കിലും ശരി അവർ സ്വയം തീരുമാനിക്കുക അവരിൽ ആരാണ് ചെയർപേഴ്സൺ ആകേണ്ടതെന്നുള്ള കാര്യം. രണ്ടുപേരും ഇൻഡിവിജ്വലി, സയന്റിഫിക് പാനൽ അവരുടെ മെമ്പേഴ്സ് എല്ലാം കൂടെ തീരുമാനിക്കുക ആരാണ് ചെയർപേഴ്സൺ ആവേണ്ടത്. സിമിലർലി സയന്റിഫിക് കമ്മിറ്റിയിൽ അവരുടെ മെമ്പേഴ്സ് എല്ലാം കൂടെ തീരുമാനിക്കുക ആരാണ് ചെയർപേഴ്സൺ ആവേണ്ടതെന്നുള്ളത്. The scientific committee and the scientific panel shall act by majority of their members and view of the members shall be recorded. Majority opinion ആണ് നമ്മളുടെ ഫുഡ് അതോറിറ്റി പോലെ തന്നെയാണ്. മെജോറിറ്റി ഒപ്പീനിയൻ എന്താണോ അതനുസരിച്ചായിരിക്കും അവർ വർക്ക് ചെയ്യുക. എത്ര ആൾക്കാരുണ്ട്, മെജോറിറ്റി എന്ത് കാര്യമാണ് പറഞ്ഞത് അതായിരിക്കും ഡിസിഷൻ. അപ്പൊ ഇവരുടെ ഇത്ര ഓർത്താൽ മതി. 2 പേരുടെയും അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ഫുഡ് അതോറിറ്റിയാണ്. ഫുഡ് അതോറിറ്റിയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. 3 വർഷത്തേക്കാണ് ഇവരുടെ ടെന്യൂർ എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? സ്വയം മെമ്പേഴ്സ് തന്നെ ആയിരിക്കും തീരുമാനിക്കുക ആരാണ് ചെയർപേഴ്സൺ എന്നുള്ളത്. ഇവരുടെ മീറ്റിംഗ് എങ്ങനെയാണ്? ഇവർ മീറ്റ് ചെയ്യേണ്ടത് എന്താ പറയുക, ഇവരുടെ ഇഷ്ടാനുസരണം മീറ്റ് ചെയ്യാം. മീറ്റിംഗിനെ കുറിച്ചുള്ള ഒരു സ്പെസിഫിക് പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ മീറ്റിംഗ് ഇവർക്ക് ആസ് ആൻഡ് വെൻ നീഡഡ് ആവശ്യങ്ങൾക്കനുസരിച്ച് മീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത്? മെജോറിറ്റി എന്താണോ പറയുന്നത് അതായിരിക്കും ഡിസിഷൻ.